പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാവുന്നതുപോലെ സുവിശേഷത്തിലാകട്ടെ ലേഖനങ്ങളിലാകട്ടെ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ദൈവം ലോകത്തോട് പറഞ്ഞ ഒരു സന്ദേശമാണ് ദൈവരാജ്യം എന്നുള്ള സന്ദേശം. കിങ്ഡം ഓഫ് ഗോഡ് അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഹെവൻ എന്ന ആശയം. മത്തായി സുവിശേഷത്തിൽ എല്ലായിടത്തും സ്വർഗരാജ്യമെന്നും, മത്തായിക്ക് ശേഷമുള്ള മറ്റ് സിനോപ്റ്റിക്സ് ആകട്ടെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷമാകട്ടെ, സുവിശേഷങ്ങളെല്ലാം ദൈവരാജ്യം എന്ന ആശയം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രധാന ആശയത്തെ ലോകത്തോട് പറയുവാൻ, പ്രത്യേകിച്ച് ദൈവമക്കളോട് പറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് വേറൊന്നുമല്ല, ദൈവരാജ്യത്തിൻ്റെ വലിയ രഹസ്യങ്ങളാണ്. 3.5 വർഷം യേശു 30 പ്രസംഗം പ്രസംഗിച്ചില്ല. യേശു ഒറ്റ പ്രസംഗം 3.5 വർഷം പ്രസംഗിച്ചുള്ളൂ. അതെന്താണെന്നറിയാമോ? ദൈവരാജ്യം സംബന്ധിച്ചുള്ള സുവിശേഷം. ഹല്ലേലൂയ. രാവിലെ മുതൽ രാത്രി വരെ എവിടെയെല്ലാം സഞ്ചരിക്കുന്നു, എവിടെയെല്ലാം പ്രസംഗിക്കുന്നു, എല്ലായിടത്തും യേശു പ്രസംഗിച്ചത് ഒറ്റ മെസ്സേജ് ആയിരുന്നു. നിങ്ങൾ അത് സുവിശേഷങ്ങളിൽ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒറ്റ മെസ്സേജ് ഉണ്ടായിരുന്നുള്ളൂ യേശുവിന്, സ്വർഗരാജ്യം എന്ന്. പല പല ഉപമകൾ, വയലിലെ ഉപമ, കടലിലെ ഉപമ, മലയിലെ ഉപമ, താഴ്വരയിലെ ഉപമ, ആകാശത്തിലെ ഉപമ, വിധകാരൻ്റെ ഉപമ, അമ്മ മാവ് കുഴയ്ക്കുന്ന ഉപമ എന്നിങ്ങനെ എല്ലായിടത്തെ ഉപമകളെ ഒറ്റ ആശയത്തിലേക്ക് യേശു ക്രോഡീകരിക്കുകയായിരുന്നു. ദൈവരാജ്യം എന്ന ബൃഹത്തായ ആശയം. എന്നാൽ സുവിശേഷത്തിൽ ഈ ദൈവരാജ്യ സംബന്ധമായ ഒരുപാട് ആശയങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കൂടെ സാധാരണക്കാരന് ഈ ദൈവരാജ്യത്തെക്കുറിച്ച് വലിയ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചു നേരം കേൾക്കാൻ പോകുന്നു എന്താണ് ഈ ദൈവരാജ്യം എന്ന ആശയമാണ്. ഹല്ലേലൂയ. ഈ ദൈവരാജ്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് കയറിയത് എന്ന ആശയമാണ്. ഹല്ലേലൂയ. നിക്കോദീമോസിനോട് പറഞ്ഞ പദമാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. ജോൺ 3. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോൺ 3 യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരാം. നിക്കോദീമോസ് രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, പ്രഭോ, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു എന്ന് നീ ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ആട്ടെ, അവിടുന്ന് വന്നതാകിയാൽ അങ്ങോട്ട് പോകാനുള്ള വഴി പറഞ്ഞു തരാൻ അങ്ങേക്ക് കഴിയുമല്ലോ. ഇറ്റ്സ് എ ലോജിക്. ഞാൻ ഇപ്പോൾ അബ്ബാസിൽ നിന്ന് വന്നതെങ്കിൽ അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള വഴി എനിക്ക് അറിയാമായിരിക്കും. ഇതുപോലെ തന്നെ ഒരു ലോജിക്കാണ് അവിടെ നിക്കോദീമോസ് ഉപയോഗിക്കുന്നത്. കർത്താവേ, നീ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നു എന്ന് നീ ചെയ്യുന്ന അത്ഭുതങ്ങൾ മനസ്സിലായി. ആട്ടെ, പിതാവ് ഇരിക്കുന്ന രാജ്യത്തിലേക്ക് പോകാനുള്ള വഴി എന്താണ്? യേശു കൊടുത്ത മറുപടി 3-ാം അധ്യായത്തിലുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 3-ാമത്തെ വാക്യം ദയവായി വായിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. യേശു ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ, വേണമെങ്കിൽ അതോടൊക്കെ വായിച്ചോ. 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. യേശു നിക്കോദീമോസിനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ. ഈ ആമേൻ ആമേൻ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം സത്യം സത്യമായിട്ട് എന്ന് പറയുന്നതിന്റെ ആശയം തന്നെയാണ്. ഉറപ്പുറപ്പായിട്ട് ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ഷുവർ. ഇതിനകത്ത് വേറൊരു വ്യത്യാസവും ഇല്ല എന്ന ആശയത്തെയാണ്. സത്യമായിട്ട്, ഉറപ്പുറപ്പായിട്ട്, സത്യസന്ധമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. നിക്കോദീമോസിന്റെ ചോദ്യം എങ്ങനെ ഇവിടെ കയറി പറ്റാന്ന? പക്ഷേ യേശു പറഞ്ഞത് കാണുക ആദ്യം, എന്നിട്ടല്ലേ കയറി പറ്റുന്നത്. കാണുക ആദ്യം. ദൈവരാജ്യത്തെ കാണണമെങ്കിൽ പുതുതായി ജനിച്ചിട്ടല്ലാതെ കഴിയുകയില്ല. അപ്പോൾ ഈ പുതുതായി ജനിക്കുന്ന ഒരു വ്യക്തി ദൈവരാജ്യത്തിൽ കയറുന്നു എന്നത് യേശു ഇവിടെ വ്യക്തമാക്കുക. ആ ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് അടിത്തറയായിട്ട് പാകിക്കാട്ടെ. ഇതാണ് ആ ചിന്ത. പുതുതായി ജനിക്കുന്ന വ്യക്തി ജനിക്കുന്നത് ദൈവരാജ്യത്തിലാണ്. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു, പുതുതായി ജനിക്കുന്ന വ്യക്തി ജനിക്കുന്നത് ദൈവരാജ്യത്തിലാണ്. നിക്കോദീമോസിനോട് യേശു പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ കാണാൻ പറ്റുകയില്ല. അപ്പൊ പുതുതായി ജനിച്ചാൽ എന്താ പറ്റും? പുതുതായി ജനിച്ചില്ലേ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പുതുതായി ജനിച്ചാൽ എന്താ പറ്റുമായിരിക്കണം? കാണാൻ പറ്റണം. കാണാം, കയറാം, അനുഭവിക്കാം. അപ്പൊ പുതുതായി ജനനത്തോടെ, വീണ്ടും ജനനം എന്ന് പറയുന്നത് യേശു ദൈവമെന്ന് ഒരു വ്യക്തി വിശ്വസിക്കുമ്പോഴാണ് വീണ്ടും ജനനം സംഭവിക്കുന്നത്. നിങ്ങൾക്കത് വിശദീകരണം കൂടാതെ അറിയാം. യേശുവിനെ ദൈവമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്, അഥവാ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത്. ഇങ്ങനെ ജനിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ദൈവരാജ്യത്തിലാണ് ജനിച്ചു വീഴുന്നത്. ഹല്ലേലൂയ. അതല്ലാതെ ഇങ്ങനെ ഒരു സങ്കല്പം നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. നമ്മളിപ്പം ഈ രാജ്യത്തിൽ ഇങ്ങനെ ജീവിക്കുന്നു, ഇനി നമ്മൾ മരിച്ച ഒരു ദിവസം ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പോകും എന്ന ഒരാശയം നിങ്ങൾക്കുള്ളതെങ്കിൽ അത് തിരുത്തേണ്ടിയിരിക്കുന്നു. അതല്ല യഥാർത്ഥ ആശയം. യേശുവിനെ ദൈവമെന്ന് എപ്പോൾ നിങ്ങൾ വിശ്വസിച്ചോ അപ്പോൾ നിങ്ങൾ ആത്മരാജ്യമാകുന്ന ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ഈ ദൈവരാജ്യത്തിലുള്ള നിങ്ങളുടെ ജീവിതമാണ്
ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം യേശു ദൈവമെന്ന് തിരിച്ചറിയുന്ന വ്യക്തി ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു എന്ന് പറയണമെങ്കിൽ എന്താണ് ഈ ദൈവരാജ്യം എന്ന് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. ദയവായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് തന്നെ ഒന്നുകൂടെ നമുക്ക് വരാം. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നിങ്ങൾ എൻ്റെ കൂടെ വന്നാട്ടെ. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം ദയവായി ശ്രദ്ധിച്ചാട്ടെ. ജോൺ 18:36, 18-ാം അധ്യായത്തിന് 36-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന് 36-ാമത്തെ വാക്യം. എന്റെ രാജ്യം ഐഹികമല്ല. സന്ദർഭം അറിയാലോ. ഹെരോദാവും പീലാത്തോസും ഒക്കെ മാറി മാറി യേശുവിനെ ചോദ്യം ചോദിച്ച് വിധിച്ചുകൊണ്ടിരിക്കുമ്പം യേശു പറഞ്ഞ പദമാണ് എൻ്റെ രാജ്യം ഐഹികമല്ല. ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പം ദൈവരാജ്യം എന്ന ആശയത്തെ ഞാൻ ആദ്യം പറഞ്ഞു, ദൈവരാജ്യത്തിൽ ഒരു വ്യക്തി പ്രവേശിക്കുന്നത് വീണ്ടും ജനിക്കുന്നതിലൂടെയാണ്. അപ്പോൾ എന്നതായി ദൈവരാജ്യം എന്ന ചിന്ത വരുമ്പം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ വാക്യത്തിൽ ഇങ്ങനെ ഞാൻ വായിപ്പിച്ചത്. 18:38 അല്ലേ, 36-ാമത്തെ വാക്യം. എൻ്റെ രാജ്യം ഐഹികമല്ല. അപ്പൊ ഈ ഐഹികമല്ല എന്ന ആശയത്തെ മലയാളത്തിൽ എത്ര കണ്ടങ്ങ് തുറന്നോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അതിന്റെ ആശയം? ഇല്ല. അതിനുവേണ്ടി തൊട്ട് താഴത്തെ ആ വാക്കുകൂടെ ഒന്ന് വായിച്ചു നോക്കിയേ. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം. അപ്പം ഇഹലോകത്തിലെ ഒരു സെറ്റപ്പ് അല്ല യേശു പറയുന്ന ദൈവരാജ്യം. അത് തന്നെ അവിടെ ഉദ്ദേശിക്കുന്നത്. ആയിരുന്നെങ്കിൽ നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ സേവകർ ഓരോരുത്തർ പോരാടുമായിരുന്നു, നിന്നോട് പോരാടുമായിരുന്നു. സ്വാഭാവികമാണല്ലേ. ഞാൻ ഇവിടുത്തെ രാജാവായിരുന്നെങ്കിൽ എനിക്ക് സോൾജിയേഴ്സ് ഉണ്ടാകും. എന്നെ പിടിക്കാൻ വരുമ്പം സോൾജിയേഴ്സ് നിന്നെ ഉപദ്രവിക്കും. സ്വാഭാവികം, ലോജിക്. എന്നെ പിടിക്കാൻ വന്നാൽ നിന്നെ വിടത്തില്ല, കാരണം എൻ്റെ രാജ്യമായി. അപ്പം നീ എന്നെ പിടിക്കാൻ വന്നിട്ട് നിനക്കെന്നെ പിടിക്കാൻ പറ്റിയതിൻ്റെ കാര്യം ഇഹലോകത്തിലെ ഈ രാജ്യത്തിൽ അല്ല എൻ്റെ രാജ്യത്വം. മറ്റൊരു വാക്യം പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ രാജാവല്ല. ഹല്ലേലൂയ. ഞാൻ ഇവിടുത്തെ രാജാവായിരുന്നേ നീ എന്നെ പിടിക്കാൻ വന്നപ്പോൾ നമ്മൾ തമ്മിൽ ഉപദ്രവം ഉണ്ടായേനെ. നീ വാളെടുത്തേനെ, ഞാനും വാളെടുത്തേനെ. നീ പരിചയം എടുത്തേനെ, ഞാനും പരിചയം. നമ്മൾ തമ്മിൽ അടി ഉണ്ടായേനെ. നമ്മൾ തമ്മിൽ അടി ഉണ്ടാകാഞ്ഞതിൻ്റെ കാര്യം ഞാൻ ഇവിടുത്തെ രാജാവല്ല. അപ്പം തന്നെ യേശു രാജാവല്ലെന്നും പറഞ്ഞിട്ടില്ല. നീ യഹൂദന്മാരുടെ രാജാവോ? യേശുവിനോട് ചോദിച്ച ചോദ്യത്തിന് യേശു എന്നാ പറഞ്ഞേ? ഒന്നും പറയാറായിട്ടില്ല എന്നാണ് പറഞ്ഞേ. അല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവാണ്, ഞാൻ രാജാവാകുന്നു. അപ്പം രാജാവാണ്, പക്ഷേ ചേവകരെ കാണാനൊക്കത്തില്ല. എനിക്ക് നിൻ്റേതുപോലെ ഒരു രാജ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ ചേവകന്മാർ നീയുമായിട്ട് ഇപ്പൊ യുദ്ധം ചെയ്തേനെ. വേണമെങ്കിൽ ആ വാക്യം ഒന്നുകൂടെ വായിച്ചു. 18:36. എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ആയിരുന്നെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു. എൻ്റെ പടയാളികൾ, എൻ്റെ ചേവകന്മാർ നിന്നോട് പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. ഇപ്പൊ പോരാടാത്തതിൻ്റെ കാര്യം എൻ്റെ രാജ്യം ഇവിടുത്തെ ഒരു സെറ്റപ്പ് അല്ല. അപ്പൊ ദൈവരാജ്യം എന്ന് പറയുന്നത് ഭൗമികമായ ഒരു സെറ്റപ്പ് അല്ല. ഒന്ന് എന്നോട് ചേർന്ന് പറയാമോ? ദൈവരാജ്യം എന്ന് പറയുന്നത് ഭൗമികമായ ഒരു സെറ്റപ്പ് അല്ല. ഹല്ലേലൂയ. ഈ ഒരു തെറ്റിദ്ധാരണ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് വരെ ഉണ്ടായിരുന്നു കേട്ടോ. യേശു ഇപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുന്നുണ്ട്, ഞാൻ രാജാവ്, രാജ്യത്വമുണ്ട്, ഭരണമുണ്ട്, ഞാനാ ഭരിക്കാൻ പോകുന്നത്. അപ്പം യേശുവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ പോലും ഒരു പരിധി വരെ വിചാരിച്ചു, എത്ര നാളായി ഈ കൈസർ എന്ന് പറയുന്ന മനുഷ്യൻ നമ്മളെ ഇടിച്ച് പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തോ ടാക്സാണ് കൊടുക്കുന്നത്, സ്വന്തം നാട്ടിൽ അന്യ നാട്ടുകാരനെ പോലെ താമസിക്കേണ്ട ഗതികേട്. എന്നേലും ഒരു ദിവസം ഈ കൈസർ എന്ന് പറയുന്ന രാജാവിനെ അങ്ങേരാക്കി വെച്ചിരിക്കുന്ന നാടുവാഴിയായ പീലാത്തോസിനെ, ഹെരോദാവിനെ എല്ലാം കൂടെ അടിച്ച് താഴെ ഇട്ടിട്ട് ഈ ഞങ്ങൾ കൊണ്ടു നടക്കുന്ന യേശു സിംഹാസനസ്ഥനായിട്ട് ആ റോമിലെ സിംഹാസനത്തിൽ പോയി ഇരുന്ന് അങ്ങ് ഭരണം തുടങ്ങുമായിരുന്നു. എന്നാ നല്ലതായിരുന്നു എന്ന് ചിന്തിച്ച് യേശുവിൻ്റെ കൂടെ കൂടിയ സ്വരാഷ്ട്ര ചിന്താഗതിക്കാർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു പരിധി വരെ യൂത പോലും യേശുവിനെ തള്ളിപ്പറഞ്ഞതിൻ്റെ കാര്യം ഇതാ. തള്ളിപ്പറയുന്ന അവസാന നിമിഷം എങ്കിലും ഇവൻ തനിനിറം പുറത്തെടുത്ത് രാജാവാകുന്നെങ്കിൽ. ഹല്ലേലൂയ. സ്വരാഷ്ട്ര ചിന്താഗതിക്കാർ ഒരുപാട് പേര് യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും അവർ സ്വപ്നം കാണുന്ന ഒരു രാജ്യം വിഭാവനം ചെയ്യാൻ യേശുവിന് കഴിയുമെന്ന് ചിന്തിച്ച് കൂടെ കൂടിയിരുന്നു. പക്ഷേ യേശു ഇതിൽ നിന്നും തികച്ചും വിഭിന്നമായ ആശയമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ രാജ്യം ഐഹികമല്ല, ഐഹികമാണെങ്കിൽ നിനക്കുള്ള പോലെ പടയാളികൾ എനിക്കുണ്ടായേനെ, ചേവകർ തമ്മിൽ അടിയുണ്ടായേനെ. ഇപ്പോൾ ഇതൊന്നും ഉണ്ടാകുന്നില്ല. നീ എന്നെ പിടിക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ വരുന്നു, നീ എന്നെ ഒടുക്കുമ്പോൾ ഞാൻ ഒതുങ്ങുന്നു. ഇതിൻ്റെ കാര്യം ഇത് രണ്ട് സെറ്റപ്പാണ്. ഇതേ സംശയമായിരുന്നു യോഹന്നാന് കാരാഗ്രഹത്തിൽ വെച്ചുണ്ടായേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വരുവാനുള്ളവൻ നീയാണോ, ഞങ്ങൾ വേറൊരാൾക്ക് വേണ്ടി കാത്തിരിക്കണമോ എന്ന് യോഹന്നാൻ ചോദിക്കാൻ കാര്യം ഇതാണ്.
കാരണം ദൈവരാജ്യം എന്ന ആശയത്തെ പോലും യോഹന്നാൻ മനസ്സിലാക്കിയിരുന്നത് ഒരു അക്ഷരിക ആശയത്തിലായിരുന്നു. പക്ഷേ അക്ഷരിക ആശയത്തിന് യോഹന്നാൻ മനസ്സിലാക്കിയ ഒത്തോണ്ണം ഒന്നും യേശുവിൻ്റെ ശുശ്രൂഷയിലൂടെ നടക്കുന്നില്ല. അന്നേരമാണ് യോഹന്നാന് സംശയം ഉണ്ടായേ, അക്ഷരിക രാജ്യത്തിൻ്റെ സ്ഥാപനം ഒന്നും നടക്കുന്നില്ല. നീ 5000 അപ്പവും കൊടുത്ത് കുരുടൻ്റെ കണ്ണും തുറന്നു ഊമനെയും സൗഖ്യമാക്കി ഇങ്ങനെ നടന്നു. ഈ രാജ്യസ്ഥാപനം എപ്പോഴാണ്? ഹല്ലേലൂയ. രാജ്യസ്ഥാപനം എപ്പോഴാണ്? ഈ സുവിശേഷത്തിൽ ഏറ്റവും കൂടുതൽ ശിഷ്യന്മാരാകട്ടെ പരീശന്മാരാകട്ടെ അടുത്ത് വന്നവരാകട്ടെ എല്ലാവരും ചോദിച്ച ചോദ്യം എന്നാണ്, നിൻ്റെ രാജ്യം എപ്പോഴാണ് നീ സ്ഥാപിക്കുന്നത്? നിൻ്റെ രാജ്യം എപ്പോഴാണ് നീ സ്ഥാപിക്കുന്നത്? കാരണം യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ എത്ര പേർക്കറിയാം? സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അറിയാവുന്നവരൊന്ന് ചൊല്ലിക്കേ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ പൂജിതമാകണമേ, അങ്ങയുടെ നാമം പൂജിതമാകണേ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് യേശു എന്നെ പറഞ്ഞു, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. അപ്പം യേശു ഭൂമി വന്നപ്പം പറഞ്ഞത് രാജ്യത്തിൻ്റെ കാര്യം. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നത് രാജ്യം വരുമെന്നാണ്. കാരാഗൃഹത്തിൽ ചെന്നു, യോഹന്നാൻ്റെ തല അടുത്ത മിനിറ്റുകളിൽ വെട്ടാൻ പോവാണ്. നിങ്ങൾക്കറിയാം, ഹെരോദ്യ ആവശ്യപ്പെട്ടിരിക്കുന്നു, നൃത്തം നടന്നിരിക്കുന്നു, യോഹന്നാൻ ശിരച്ഛേദം ചെയ്യപ്പെടാൻ പോകുന്നു. പക്ഷെ ദൈവരാജ്യം എന്ന ആശയം വഴിയിലാകുമോ എന്ന സംശയത്തിൽ നിന്നാണ് യോഹന്നാൻ ആളെ അയച്ചു വയ്ക്കുന്നത്. വരാനുള്ള നീയാണോ അതോ ഞങ്ങൾ വേറെ വല്ലവർക്കും വേണ്ടി കാത്തിരിക്കണം? അപ്പോൾ യേശു ആണെന്നും അല്ലെന്നും പറയുന്നില്ല, മറിച്ച് ദൈവരാജ്യത്തിൻ്റെ ലക്ഷണങ്ങളാണ് പറയുന്നത്. കുരുടൻ കാണുന്നു, ഊമൻ സംസാരിക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു. ഇങ്ങനെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ പോയി അറിയിക്കുക. യോഹന്നാനെ, ഞാൻ പറഞ്ഞ രാജ്യം ആത്മീക രാജ്യമാണ്. ആ ആത്മീക രാജ്യം അക്ഷരാർത്ഥത്തിൽ വെളിപ്പെടുന്നതിൻ്റെ ലക്ഷണമാണ് ആത്മാവാകുന്ന പിശാചിനെ ബന്ധിക്കുന്നത്. പിശാചിനെ ബന്ധിക്കുമ്പോഴാണ് അവിടെ കുരുടൻ്റെ കണ്ണ് കണ്ടത്, അവിടെ ഊമൻ സംസാരിച്ചത്, അവിടെ ചെകിടൻ്റെ ചെവി തുറന്നത്. വെറുതെ അല്ല ചെകിടൻ്റെ ചെവി തുറന്നത്, ചെകിടാത്മാവ് തോറ്റു. ചെകിടാത്മാവിൻ്റെ രാജത്വം പരാജയപ്പെട്ടപ്പോഴാണ് ചെകിടൻ്റെ ചെവി തുറന്നത്. ഊമാത്മാവിൻ്റെ രാജത്വം, ഊമതയുടെ പിന്നിലെ പിശാച് തോറ്റപ്പോഴാണ് ഊമൻ്റെ വായ് തുറന്നത്. ഹല്ലേലൂയ. മുടന്തനാക്കിയ ആ പിശാചിൻ്റെ രാജ്യത്തിൻ്റെ പരാജയമാണ് മുടന്തൻ എഴുന്നേറ്റ് നടക്കുന്നത്. ഹല്ലേലൂയ. ചെകിടനാക്കിയ പിശാചിന്റെ രാജ്യത്തിന്റെ പരാജയമാണ് ചെകിടൻ യേശുവിന്റെ നാമത്തെ സൗഖ്യമായത്. ഹല്ലേലൂയ. മരിച്ചവനെ മരിപ്പിച്ച, കൊന്ന് തീർത്ത ആ മരണത്തിന്റെ ശക്തിയുടെ പരാജയമാണ് യേശു മരിച്ചവരെ ഉയർപ്പിച്ചപ്പോൾ തെളിയിച്ചത്. സോ യേശു പറഞ്ഞ രാജ്യം ഇവിടെ വ്യക്തമായിട്ട് വരുന്നുണ്ട്, പക്ഷേ അത് അക്ഷരികമായി നോക്കിയാൽ ആർക്കും കാണാനില്ല. അതായിരുന്നു യോഹന്നാന്റെ സംശയം. ഞാൻ മടങ്ങി വരട്ടെ. അപ്പം വീണ്ടും ജനനത്തിലൂടെ ഒരു വ്യക്തി കയറുന്നതാണ് ദൈവരാജ്യം. 1. 2, ഈ കയറുന്ന ദൈവരാജ്യം അക്ഷരികമല്ല, ആത്മീകമാണ്. മറ്റേ 18:36 വായിച്ച ആശയം എടുത്ത് വായിച്ചാൽ ഐഹികമല്ല, ആത്മീയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ദൈവരാജ്യം അക്ഷരികമല്ല, ആത്മീയമാണെന്നുള്ള ആശയത്തെ കുറച്ചുകൂടി ഒന്ന് വിപുലീകരിക്കാൻ വേണ്ടി ചില വാക്യങ്ങളുടെ ഒരു ടിപ്സ് പോലെ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് തരാം. ദയവായി റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് കൊണ്ടുകൊണ്ട് നിങ്ങളൊന്ന് വേഗം ഒന്ന് വന്നേ. 14-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, സുപരിചിതമായ വാക്യം, റോമർ 14:17. റോമൻസ് 14:17. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. ഹല്ലേലൂയ. ഘനപിന ഒന്നും അവിടെ ഇല്ലെന്ന് കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, ഈറ്റിങ്ങും ഡ്രിങ്കിങ്ങും അല്ല എന്ന് പറഞ്ഞാൽ അതെല്ലാം അക്ഷരിക രാജ്യത്തിലാണ്. അക്ഷരിക രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആ ഭക്ഷണവും പാനീയവും ആവശ്യമാണല്ലേ, കഴിപ്പും കുടിപ്പും ഒക്കെ ആവശ്യമാണല്ലേ. അപ്പോൾ ദൈവരാജ്യത്തിൽ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എന്നാ എൻ്റെ അർത്ഥം? ഈ രാജ്യത്ത് ജീവിക്കാൻ ഭക്ഷണവും പാനീയവും വേണ്ട, വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ദൈവരാജ്യം. ഇനി അടുത്ത വാക്കോട് വായിച്ചോ. പിന്നെ എന്താ? സമാധാനവും. ഈ 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടെ. നീതിയും സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്ര. ഇത് 3ഉം ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുന്നതാണ്. ആദ്യത്തെ 2ഉം പുറത്തുള്ളതും, രണ്ടാമത്തെ 3ഉം അകത്തുള്ളതുമാണ്. ഹലോ, മിണ്ടിക്കേ. ഹല്ലേലൂയ. ആദ്യത്തേത് 2ഉം പുറത്തുള്ളതും, പിന്നെ അടുത്ത 3ഉം അകത്തുള്ളതുമാണ്. ഹല്ലേലൂയ. ആദ്യത്തേത് 2 നോക്കിക്കേ, എന്തിനാ? പുറമേ ഉള്ളതാണ്, ആഹാരവും വെള്ളവും, ഗാന ആൻഡ് പീന. ഓക്കെ. ഇനി അടുത്ത നിങ്ങൾ നോക്കിക്കേ, നീതി സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ചേർന്ന് പറഞ്ഞു, നീതി സമാധാനം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഹല്ലേലൂയ. ഇതാണ് ദൈവരാജ്യം എന്നാണ് യേശു പറയുന്നത്. ഇതൊരു വ്യക്തിയുടെ പുറത്തു വരുന്ന ഒരു കാര്യമല്ല, ഇതൊരു വ്യക്തിയുടെ ഉള്ളിൽ വരുന്നതാണ്. സന്തോഷം ആ വ്യക്തിയുടെ ഉള്ളിലാണ്. നീതി ഒരു വ്യക്തി സ്വീകരിക്കുന്ന ആ വ്യക്തിക്കുള്ളിലേക്കാണ്. സന്തോഷം
സന്തോഷം, സമാധാനം ലഭിക്കുന്നത് ഒരു വ്യക്തിയുടെ അകത്താണ്. എന്നാൽ ഭക്ഷണവും പാനീയവും പുറമേയുള്ള പോഷണത്തിന് വേണ്ടിയുള്ളതാണ്. എന്നാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അകമയുള്ള പോഷണത്തിനുള്ളതാണ്. അപ്പം ദൈവരാജ്യം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായല്ലോ. പുറമേ പുഷ്ടിപ്പെടുത്തുന്നതല്ല ദൈവരാജ്യം, പിന്നെയോ അകമേ പുഷ്ടിപ്പെടുത്തുന്നതാണ് ദൈവരാജ്യം. കരമടിച്ചൊന്ന് യേശുവിനൊന്ന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. അപ്പം ഇത്രയും പറഞ്ഞതിനെ ഞാനൊന്ന് ക്രോഡീകരിച്ചിട്ട് പ്രധാന ആശയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. ദൈവരാജ്യം അക്ഷരികമല്ല, ദൈവരാജ്യം ആത്മീയമാണ്. ദൈവരാജ്യത്തിൽ കൊടുപ്പും കഴിപ്പും കൊടുപ്പും എടുപ്പും ഒന്നുമില്ല. ദൈവരാജ്യത്തിൽ വിവാഹത്തിന് കൊടുപ്പും വിവാഹത്തിന് എടുപ്പുമില്ല. അവിടെ കല്യാണങ്ങളില്ല, അവിടെ തലമുറകൾ ഉണ്ടാകലില്ല. ആ ദൈവരാജ്യം അക്ഷരികമല്ല. അക്ഷരികമായിരുന്നുവെങ്കിൽ യേശു പറയാണ്, എന്നെ രക്ഷിക്കാൻ എൻ്റെ സേവകന്മാർ ഇപ്പോൾ വന്നേനെ, വരാഞ്ഞതിൻ്റെ കാര്യം ഈ രാജ്യം ഐഹികമല്ല. എന്നാൽ ആത്മീയമാണെന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ ആശയം? സ്പിരിച്വൽ കിങ്ഡം ഓഫ് ഗാഡ് എന്നതിൻ്റെ ആശയം എന്താണ്? ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യമേ നിങ്ങളുടെ ഉള്ളിലേക്ക് സ്പിരിറ്റ് വേൾഡ് എന്ന ആശയം വരണം. ദൈവം ആത്മാവായിരിക്കുന്ന പോലെ തന്നെ പിശാചും ആത്മാവാണ്. ഹലോ, ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ദൈവം ആത്മാവായിരിക്കുന്ന പോലെ തന്നെ പിശാചും ആത്മാവാണ്. ഹല്ലേലൂയ. പിശാച് ആത്മാവിലാണ് തൻ്റെ രാജ്യത്തെ സ്ഥാപിച്ചിരിക്കുന്നത്. കാരണം സ്പിരിറ്റ് ബീയിങ്സ് എല്ലാം സ്പിരിറ്റിലാണ് അവരുടെ കിങ്ഡത്തെ ഉണ്ടാക്കുന്നത്. അത് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കാട്ടെ. പിശാച് തൻ്റെ രാജ്യത്തെ പണിതിരിക്കുന്നത് സ്പിരിറ്റിലാണ്, ആത്മാവിലാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ തോൽപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ രാജ്യത്തെ കീഴ്മേ മറിക്കേണ്ടത് ശരീരത്തിലല്ല, ആത്മാവിലാണ്. ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ആത്മീക രാജ്യമാക്കി ദൈവരാജ്യത്തെ മാറ്റിയെന്ന്. ഹല്ലേലൂയ. ആത്മീക രാജ്യമായി ഇപ്പം ദൈവരാജ്യത്തെ വെളിപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശം ഇതാണ്. സാത്താൻ തൻ്റെ രാജ്യത്തെ പണിതിരിക്കുന്നത് സ്പിരിച്വൽ മേഖലയിലാണ്, ആത്മീക മേഖലയിലാണ്. നിങ്ങൾക്കിത് മനസ്സിലാക്കണമെങ്കിൽ കൊളോസ് ലേഖനത്തിലെ 2-ാം അധ്യായത്തിലെ വാക്യങ്ങൾ വായിച്ചാൽ മതി. വാഴ്ചകൾ, അധികാരങ്ങൾ, ശക്തികൾ, കർത്തൃത്വങ്ങൾ, ഇത് 4 ഡാർക്കിൻ്റെ, അന്ധകാരത്തിൻ്റെ വാഴ്ചകളാണ്. ഹല്ലേലൂയ. വാഴ്ച, അധികാരം, ശക്തി, കർത്തൃത്വം. ചേർന്ന് പറയാമോ? വാഴ്ച, അധികാരം, ശക്തി, കർത്തൃത്വം. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ ആധിപത്യം ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരുപക്ഷെ നിങ്ങൾ അക്ഷരികമായി ഒരു സ്ഥലത്തും പിശാചി വാഴുന്നത് കാണുകയില്ല. കുവൈറ്റിൽ സാൽമിയിൽ ഇന്ന കോർണറിൽ ആ അയണിങ് സ്റ്റേഷൻ്റെ താഴെ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ വലത്തുഭാഗത്ത് ഞാൻ പിശാചി വാഴുന്ന കണ്ടു എന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ ആ പറഞ്ഞ ആളെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. പിശാചിന് സാൽമിയയിലെ അയണിങ് സ്റ്റേഷൻ്റെ മുറയിൽ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ അപ്പുറത്ത് വാഴുന്ന പരിപാടി ഇല്ല. പുള്ളിക്കാരൻ സ്പിരിറ്റാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാഴ്ച മുഴുവൻ സ്പിരിച്വൽ റെലത്തിലാണ്, ആത്മമണ്ഡലത്തിലാണ്. ഇതുകൊണ്ടാണ് യേശു തൻ്റെ രാജ്യത്തെ ആത്മമണ്ഡലത്തിൽ പണിതിരിക്കുന്നത്. ഹല്ലേലൂയ. പിശാച് ആത്മമണ്ഡലത്തിൽ തൻ്റെ രാജ്യത്തെ പണിത് അക്ഷരിക മണ്ഡലത്തിൽ അതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ലോകത്തിൽ നാം കാണുന്ന തിന്മകൾ മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണമേ. ആത്മലോകത്തിൽ വാഴുന്ന സാത്താന്യ ആധിപത്യമാണ് അക്ഷരിക ലോകത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. ആത്മലോകത്തിൽ വാഴുന്ന സാത്താന്യ ആധിപത്യമാണ് അക്ഷരിക ലോകത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത്. ആത്മലോകത്തിലെ പിശാചിൻ്റെ അസൂയയാണ് അക്ഷരിക ലോകത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത്. അത് അക്ഷരിക ലോകത്തിൽ ആരംഭിച്ചതല്ല. അതിനെയാണ് നിങ്ങൾ അറിയേണ്ടത്. അത് ആത്മലോകത്തിൽ ആരംഭിച്ചതാണ്. അത് അക്ഷരിക ലോകത്തിൽ വെളിപ്പെട്ടു എന്നേ ഉള്ളൂ. ക്രൈം, തീവ്രവാദം, കൊല, പിണക്കം, അസൂയ, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, ജാരശങ്ക, ഇതെല്ലാം ആ രാജ്യത്തിൽ ആരംഭിച്ച് ഈ രാജ്യത്തിൽ വെളിവാകുന്നതാണ്. ഈ രാജ്യത്തിൽ വെളിവാകുന്ന ഇതിനെയാണ് നിങ്ങൾ ഞാനും കാണാറ്. പക്ഷേ ഇത് ഇവിടെ വെളിവാകുന്നതേ ഉള്ളൂ. ഇതിൻ്റെ റൂട്ട് കിടക്കുന്നത് ആത്മീക മേഖലയിലാണ്, സ്പിരിച്വൽ റെലത്തിലാണ്. അതുകൊണ്ടാണ് യേശുവും അതുപോലെ തന്നെ തൻ്റെ രാജ്യത്തെ സ്ഥാപിച്ചത്. ഹലോ, എത്ര പേർക്ക് മനസ്സിലായി? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കൊരിന്ത്യൻസിന് എഴുതിയ 2 കൊരിന്ത്യൻസ് 10:4, 2 കൊരിന്ത്യർ 10:4 വായിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്കിത് കൂടുതൽ മനസ്സിലാകും. നമുക്ക് പോരാട്ടമുള്ളത്, വേണമെങ്കിൽ വായിച്ചു 10 2 കൊരിന്ത്യർ 4:10-4 മൂലം വായിച്ചു. താങ്ക് യു.
ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം എല്ലാവരും ഒന്ന് എടുത്താട്ടെ. ഓക്കെ, 2 കൊരിന്ത്യർ 10:4 മുതൽ ഒന്ന് വായിച്ചേ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ മൂന്നാം വാക്യം വായിച്ചേ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. വെപ്പൺസ് ഓഫ് ദ വാർഫെയർ ആർ നോട്ട് കാർണൽ. Why? Because we are not fighting in a carnal world. If we are fighting in a carnal world, then our weapons will be in carnal form. ഹലോ, ജഡീക യുദ്ധത്തിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീകങ്ങളായേനെ. ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ആത്മീക യുദ്ധമാകയാൽ വെപ്പൺസ് ഓഫ് ദ വാർഫെയർ ആർ നോട്ട് കാർണൽ ബട്ട് സ്പിരിച്വൽ. എത്ര പേർക്ക് മനസ്സിലായി? മനസ്സിലായി? ഒന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് പറഞ്ഞേ, മൈക്കിൽ കൂടെ ഒന്ന് പറഞ്ഞേ. ആയുധം ജഡീകമല്ല, അത് ആത്മാവിൽ പ്രാപിച്ച. അക്ഷരിക ലോകത്തിലാണ് ഞങ്ങൾക്ക് യുദ്ധമുള്ളതെങ്കിൽ അക്ഷരിക ആയുധങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് ആത്മീയ ആയുധങ്ങളാണ് ഉള്ളത്. കാരണം ഞങ്ങൾക്ക് ഫൈറ്റ് ഉള്ളത് സ്പിരിച്വൽ വേൾഡിലാണ്. അത് ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. കാർണൽ ഫോമിലാണ് ഞങ്ങളുള്ളേ, മോർട്ടൽ ഫോമിലാണ് ഞങ്ങളുള്ളേ. ബട്ട് വി ഡോണ്ട് ഫൈറ്റ് മോർട്ടലി, കാർണലി. വെപ്പൺസ് ഓഫ് ദ വാർഫെയർ ആർ നോട്ട് കാർണൽ. പിന്നെന്താ അത്? കാർണൽ അല്ല, ബട്ട് എന്താണ്? സ്പിരിച്വൽ ആണ്. എന്തിനാ അത്? സ്പിരിറ്റ് വേൾഡിലാണ് യുദ്ധം. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടെയാണ് ഈ യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ആഴം നിങ്ങൾ അറിയേണ്ടത്. ഈ ആഴ്ച പിശാചിനെ തോൽപ്പിച്ച്, അടുത്ത ആഴ്ച പിശാചിനെ തോൽപ്പിച്ച്, അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ച വന്ന് പിശാചിനെ തോൽപ്പിച്ച്, അടുത്ത മാസം പിശാചിനെ തോൽപ്പിച്ച് ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഗതികേടിൽ അല്ല ദൈവമക്കളെ നിങ്ങളുള്ളത്. ഹല്ലേലൂയ. യേശു ഒരിക്കലായി സാത്താനെ ജയിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. സ്പിരിറ്റായ സാത്താനോട് സ്പിരിറ്റിൽ പോയി യേശു ജയമെടുത്തു കഴിഞ്ഞു. ആ ജയത്തിൽ ജനിച്ചവരാണ് നിങ്ങൾ. ഹലോ, നിങ്ങൾ ജയമെടുക്കാനുള്ളവരല്ല, നിങ്ങൾ ജയത്തിൽ ജനിച്ചവരാണ്. ഹലോ, വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. ആ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടിയ ശേഷമാണ് നിങ്ങളുടെ വീണ്ടെടുപ്പ് ആരംഭിച്ചത്. ഹലോ, അപ്പൊ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടപ്പോഴേ ജയോത്സവത്തിലാണ് വീണ്ടും ജനിച്ചിരിക്കുന്നേ. അതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തുവിൽ ഞങ്ങൾക്ക് എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ. വൺ ഡേ യു വിൽ വിൻ എന്ന് പറയുന്ന ആശയം ക്രൈസ്തവ ആശയമല്ല. ഐ ആം ബോൺ ഇൻ ദ വിക്ടറി ഓഫ് ജീസസ്. ഞാൻ യേശുവിൻ്റെ ജയത്തിൽ ജനിച്ചയാളാണ്. പറഞ്ഞാട്ടെ, യേശുവിൻ്റെ ജയത്തിൽ ജനിച്ച. ഈ ജയം നടന്നത് സ്പിരിച്വൽ മേഖലയിലാണ്. പക്ഷേ ഈ ജയത്തിൻ്റെ പ്രതിഫലനം വെളിപ്പെട്ടിട്ടില്ല ഇതുവരെ ഭൗതിക മേഖലയിൽ. ഹല്ലേലൂയ. സ്പിരിച്വൽ റിയാലിറ്റി ഇതുവരെ ഫിസിക്കൽ റിയാലിറ്റി ആയിട്ടില്ല. ഇപ്പോഴും പഴയ സിസ്റ്റത്തിലാണ് ഓടുന്നേ. പണ്ട് അവനായിരുന്നല്ലോ രാജാവ്. നിങ്ങൾക്കറിയാം, യേശു വന്നപ്പോൾ പിശാച് പറഞ്ഞ പദം ഓർമ്മയുണ്ട്, സകലവും എങ്കിൽ നൽകപ്പെട്ടിരിക്കുന്നു, എന്നെ വീണ് നമസ്കരിച്ചാൽ ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാം. ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു. ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് വിശേഷിപ്പിച്ചത് പിശാചിനെയാണ്. പക്ഷെ ഇതേ കർത്താവ് ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയിൽ മുഴുവൻ അധികാരത്തെയും തിരിച്ചു പിടിച്ചു. Matthew 28:18-20, all authority in heaven and earth is given to me. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും, ഉറക്കെ പറഞ്ഞ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ പിശാചിന്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ യേശുവിന്റെ കയ്യിലാക്കി. പറയുക, യേശുവിന്റെ കയ്യിലായി, യേശുവിന്റെ കയ്യിലാണ്. ഉറക്കെ പറ, യേശുവിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ. ചേർന്നൊന്ന് പറഞ്ഞ്, യേശുവിന്റെ കയ്യിലാണ്, കർത്താവിന്റെ കയ്യിലാണ് ഉള്ളത്. ഹല്ലേലൂയ. ഇന്ന്
ഈ സ്പിരിച്വൽ വേൾഡിൽ നടന്ന റിയാലിറ്റി അതാണിത്. നമ്മൾ പറയുന്നത് എന്താ? യേശു വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയത്തിൻ്റെ ഉത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി പിശാചിനെ പരാജയപ്പെടുത്തി യേശു രാജ്യത്വം ഏറ്റെടുത്തു. ഓക്കെ, യേശു ആണെന്ന് രാജാവ്. പക്ഷേ ഇതുവരെ ഫിസിക്കൽ വേൾഡിൽ റിവീൽ ചെയ്തിട്ടില്ല, ആത്മലോകത്തിൽ റിവീൽ ചെയ്തിട്ടില്ല. കുവൈറ്റിൽ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല, സാൽമിയയിൽ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അവിടെ ഇവിടങ്ങളൊക്കെ നോക്കുമ്പോൾ പിശാചിൻ്റെ വാഴ്ചയെ കാണുന്നുള്ളൂ. ഹലോ, എന്നാൽ സത്യം എന്താ? വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയത്തിൻ്റെ ഉത്സവം കൊണ്ടാടി എന്ന സത്യമെങ്കിൽ കൂടെ അതിന് എന്ത് ചെയ്യുന്നില്ല? പ്രകടമായി കാണുന്നില്ല. ഉറക്കെ പറ, പ്രകടമായി കാണുന്നില്ല. ഓ, ഒന്ന് ചേർന്ന് പറഞ്ഞേ, പ്രകടമായി കാണുന്നില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നിങ്ങളത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം വേണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഒന്ന് എടുത്തോ. ഹല്ലേലൂയ. സകലവും അവന് കീഴ്പ്പെട്ടു എങ്കിലും സകലവും കീഴ്പ്പെട്ടതായി വായിച്ചോ അത് വേണമെങ്കിൽ. സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. 8-ാമത്തെ വാക്യം 2:8. സകലവും അവനെ കാൽ കീഴാക്കി എന്ന് ഒരുത്തൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവനെ കാൽ കീഴാക്കി ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. കണ്ടോ? എന്നാൽ സകലവും ഇപ്പോൾ അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. ആദ്യം മേളി പറഞ്ഞു സകലത്തെയും കീഴ്പ്പെടുത്തിയതാ. സകലത്തെയും കീഴ്പ്പെടുത്തിയതാണെങ്കിൽ സകലവും കീഴ്പ്പെട്ടതായിട്ട് കാണണ്ടേ? ഹലോ, സകലത്തെയും കീഴ്പ്പെടുത്തിയതാണെങ്കിൽ സകലവും കീഴ്പ്പെട്ടതായിട്ട് കാണണ്ടേ? പക്ഷെ ഇപ്പോൾ എബ്രായ ലേഖനക്കാരൻ പറയുക സകലവും കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എന്നാ കാര്യം? ഇത് സ്പിരിച്വൽ വേൾഡിൽ നടന്ന റിയാലിറ്റിയാണ്. ഇതുവരെ ഫിസിക്കൽ വേൾഡിൽ റിവീൽ ആയിട്ടില്ല. എത്ര പേർക്ക് മനസ്സിലായേ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മേളത്തെ നില സംഭവിച്ചതാ, താഴത്തെ നിലയിലോട്ട് ആരും ഇതുവരെ ഇത് വന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് താഴത്തെ നിലയിലുള്ളവർ ആരും അറിഞ്ഞിട്ടില്ല ഈ കാര്യം. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. ഒരു ഗ്രാമം ഒരു ഭരണാധികാരിയുടെ പിടിയിലായിരുന്നപ്പം ആ ഗ്രാമത്തിൽ നിന്ന് പേടിച്ച് ഈ ഇടിച്ചു പിടിച്ചുള്ള ഭരണം പേടിച്ച് ഒരാള് വനത്തിലേക്ക് ഓടിപ്പോയി. ഭരണാധികാരിയുടെ ഭരണം ഭരണാധികാരിയുടെ ഭരണം പേടിച്ച് ഒരാൾ ഈ ഗ്രാമത്തിൽ നിന്ന് കാട്ടിലേക്ക് ഓടിപ്പോയി. ഇയാൾ ഓടിപ്പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും മറ്റേ ഭരണാധികാരി കൊല്ലപ്പെട്ടു. കേൾക്കുണ്ടോ? ഉണ്ടമിണ്ട്. ആമേ, ഹല്ലേലൂയ. ഒരു ഗ്രാമം അടച്ചു ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ദുഷ്ട ഭരണാധികാരി ഉണ്ടായിരുന്നു. ഈ ദുഷ്ട ഭരണാധികാരിയെ പേടിച്ച് ഒരുത്തൻ കാട്ടിലേക്ക് ഓടിപ്പോയി. 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ആ ദുഷ്ട ഭരണാധികാരി ഇവിടെ കൊല്ലപ്പെട്ടു. ആ ഗ്രാമത്തിന് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ അവൻ ഇതുവരെ കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല. കാര്യം എന്നാന്നറിയാമോ? അവൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല ആ ദുഷ്ട ഭരണാധികാരി കൊല്ലപ്പെട്ട കാര്യം. താങ്ക് യു, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? ദുഷ്ട ഭരണാധികാരി കൊല്ലപ്പെട്ട കാര്യം അറിയാത്തതുകൊണ്ട് അവൻ ഇപ്പോഴും കാട്ടിക്കിടക്കുക. അവൻ ഇപ്പോഴും ഭയത്തിലാണ്. കാരണം അവൻ അറിഞ്ഞില്ല അവൻ്റെ ഗ്രാമം സ്വതന്ത്രമായത്. അവൻ്റെ ഗ്രാമത്തെ അടിച്ച് വീഴ്ത്തി എന്ന കാര്യം അവൻ അറിഞ്ഞിട്ടില്ല. അവൻ ഇപ്പോഴും ആ സ്ലേവറിയിൽ കിടക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ഇവിടുന്ന് പോയി പറയണം, കണ്ടവരാരേലും ഇവിടുന്ന് പോയി പറയണം, എടാ അവനെ കീഴടക്കി. ഇതാ യേശു മത്തായി 28:18 പറഞ്ഞേ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. കണ്ടോ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. കണ്ടോ, എന്തുകൊണ്ടാണ് നിങ്ങൾ പുറപ്പെടേണ്ടേ? എന്തുകൊണ്ടാണ് നിങ്ങൾ പുറപ്പെടേണ്ടേ? അധികാരം തിരിച്ചു പിടിച്ച കാര്യം നിങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. എവിടെയൊക്കെ പുറപ്പെടണം? ഗോ ഇൻ ടു ദി അട്ടർമോസ്റ്റ് പാർട്ട് ഓഫ് ദി വേൾഡ്. കർത്താവ് എന്തിനാ ഭൂമിയുടെ അറ്റത്തോളം പോന്നെ? അവിടെ വരെയുള്ള അധികാരം എനിക്ക് കിട്ടിയിരിക്കുന്നു. പക്ഷെ ഇത് പറയാത്ത കൊണ്ട് ഇതുവരെ വ്യാപരിച്ചിട്ടില്ല. Hallelujah. This is our mission. നമ്മൾ എന്ത് പറയാൻ വിളിക്കപ്പെട്ടവരാണെന്നറിയോ? ദുഷ്ട ഭരണാധികാരിയെ കൊന്നു, എൻ്റെ രാജ്യത്തെ സ്വതന്ത്രമാക്കി, ഇനി പേടിച്ച് അവിടെ താമസിക്കരുത്, കാട്ടിക്കിടക്കേണ്ടവൻ അല്ല നീ, നാട്ടിലോട്ട് വാടാ എന്ന് പറഞ്ഞ ആൾക്കാരെ വിളിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് നാം. കേട്ടവർക്കായി സ്തോത്രം. ഇല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലോ? ഒന്നുകൂടെ പറയാം. മനസ്സിലായെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നേ ഇല്ല, വെറുതെ തല കുലിക്കുന്നേ ഉള്ളൂ, ചുമ്മാതാ. ഹല്ലേലൂയ, പടവാ. ഒന്ന് പറഞ്ഞേ, ഞാൻ എന്താ പറഞ്ഞതെന്ന്. ദുഷ്ട ഭരണാധികാരി കീഴ്പ്പെട്ടു എന്നറിയാതെ ദുഷ്ട ഭരണാധികാരിയുടെ കീഴ്പ്പെടലിൽ ഭയപ്പെട്ട് കാട്ടിപ്പോയവർ ഇപ്പോഴും കാട്ടിക്കിടക്കുക.
അവനിപ്പോഴും ബൂട്ടിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ പേടിയാണ്. അവൻ വിചാരിക്കുന്ന അതാന്നാ. പക്ഷെ ഇവൻ്റെ കൂട്ടുകാരൻ അവൻ്റെ ബൂട്ട് വിട്ടുകൊണ്ട് വന്നിരിക്കുക. അവരിവിടെ ഭയങ്കര സെലിബ്രേഷൻ നടക്കുക. ഹല്ലേലൂയ. അവൻ്റെ തലയവൻ കാണുന്നത്. തല കാണുമ്പം ഇവൻ വിചാരിക്കുന്നത് പഴയ ആ ദുഷ്ടഭരണാധികാരിയാണ്. പക്ഷെ തല മാത്രമേ ഉള്ളൂ. അവൻ്റെ തല അറുത്ത് മറ്റോ പൊക്കി പിടിച്ചോണ്ട് വരുക. കണ്ടവർക്കായി സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. അവനിങ്ങനെ ഒളിഞ്ഞു മറിഞ്ഞ് നോക്കുമ്പം ആ ദുഷ്ടഭരണാധികാരിയുടെ തല മാത്രം ഒരു കുന്തത്തെ കുത്തി വെച്ചിരിക്കുക. താഴെയുള്ള കുന്തം കാണുന്നില്ല. ഇവൻ കാണുന്ന ആ തല. അതുകൊണ്ട് തല കാണുമ്പോൾ ഇവൻ ഓടി ഒളിക്കുക. എടാ തലയുടെ കാഴോട്ട് നീ നോക്ക്, തകർത്തുടച്ചിട്ടിരിക്കുക ക്രൂശിൽ. ഹല്ലേലൂയ. ജയത്തിൻ്റെ ഉത്സവം കൊണ്ടാടിയിരിക്കുക ക്രൂശിൽ. കരമടിച്ച് ഒന്ന് ആഘോഷമാക്കി തീർത്തോ. ആ ജയത്തെ ഒന്ന് സന്തോഷിക്കാൻ തുടങ്ങിക്കോ. ഹല്ലേലൂയ. സോ യേശു ഭൂമിയിൽ വന്നത് പിശാചിൻ്റെ രാജ്യത്തെ, ആത്മീക രാജ്യത്തിൻ്റെ സ്വാധീനത്തെ അക്ഷരിക രാജ്യത്തിൽ വരുത്തി തീർത്ത ആ പിശാചിനെ അക്ഷരിക ആത്മീക രാജ്യത്തിൽ നിന്ന് കുടിയിറക്കി അക്ഷരിക ആത്മീക രാജ്യങ്ങളിൽ തൻ്റെ രാജ്യത്തെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് യേശു വന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവരാജ്യത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം പറയുമ്പോൾ ആത്മീയ ലക്ഷണങ്ങളാണ്. ചില വാക്യങ്ങളൊന്ന് വായിക്കാമോ നമുക്ക്? വേണമെങ്കിൽ നിങ്ങളൊന്ന് പെട്ടെന്നൊന്ന് വായിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ ഇനി വായിക്കേണ്ട വാക്യങ്ങൾ സുവിശേഷത്തിൽ നിന്നാണ്. നിങ്ങൾ ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം നോക്കി. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. അല്ലെ മത്തായി 12:28 വായിച്ചാലും മതി. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ. കണ്ടോ, ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ. ദൈവമക്കളെ ശ്രദ്ധിച്ചു കേട്ടെ. ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതത്തെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയിലുണ്ട്. ഈ മത്തായിലെ ആ പ്രയോഗം കൂടെ വേണമെങ്കിൽ ഒന്ന് വായിച്ചോ. 12:28 മാത്യു 12:28. മാത്യു 12:28. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ഹല്ലേലൂയ. എന്നാൽ ഈ രാജ്യം അക്ഷരികമല്ല എന്ന് കർത്താവ് പിന്നെയും വ്യക്തമാക്കുകയാണ്. ലൂക്കോസ് 17:21 വാക്യം കൂടെ നോക്കിക്കേ. ലൂക്കോസ് 17:21. ലൂക്കോസ് 17:20. ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയുമില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അവിടെയും ഇവിടെയും വരികയല്ല. പിന്നെയോ ദൈവരാജ്യം നിങ്ങളുടെ അവിടെ നിങ്ങളുടെ ഇടയിൽ നിന്നുള്ളതിന് നമ്മൾ സാധാരണ വരുമ്പോൾ ഞങ്ങളൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ എന്നുള്ള ആശയമാണ്. അവിടെ യഥാർത്ഥ ആശയം ഇങ്ങനെയാണ് വരേണ്ടത്. ദൈവരാജ്യം നിങ്ങളിലുണ്ടല്ലോ. അവിടെയും വരികയല്ല, ഇവിടെയും വരികയല്ല, പക്ഷെ ഇവിടെ വരുള്ളൂ. ഒന്ന് നോക്കിക്കേ. അവിടെയും വരൂല. അവിടെ എന്ന് പറയും പോകരുത്, ഇവിടെ എന്ന് പറയും പോകരുത്. ഇവിടെ നിന്ന് ആരെങ്കിലും പറഞ്ഞ ഓർത്തോ, അതാ സത്യം. അപ്പൊ ദൈവരാജ്യം അക്ഷരികമല്ല, ആത്മീയമാകയാൽ ആ രാജ്യം വരുന്നത് ആത്മാവിലാണ്. ഇല്ല ഒന്നുകൂടെ പറയാം. ദൈവരാജ്യം അക്ഷരികമല്ല, ആത്മീയമാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യം വരുന്നത് ആത്മാവിലാണ്. നിങ്ങളുടെ ആത്മാവിൽ വന്നിറങ്ങിയ രാജ്യമാണ് ദൈവരാജ്യം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുടെ ആത്മാവിൽ, ഓർക്കെ പറഞ്ഞേ, നിങ്ങളുടെ ആത്മാവിൽ വന്നിറങ്ങിയ രാജ്യമാണ് ദൈവരാജ്യം. ഈ രാജ്യത്തിന്റെ സ്വഭാവം എന്നാന്നറിയോ? എവിടെ വരുന്നോ അവിടെ ഇതങ്ങ് ചെതറും, ഇത് ഇവിടെ അങ്ങ് വർദ്ധിക്കും. ആ കാര്യമാണ്. നിങ്ങളുടെ ആത്മാവിലെ രാജ്യം വന്നത്, പക്ഷെ നിങ്ങളുടെ ദേഹിയിൽ അത് വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ ദേഹത്തിൽ അത് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജ്യത്വത്തിൻ്റെ ആ പ്രവർത്തനം നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആ രാജ്യത്വത്തിൻ്റെ പ്രവർത്തനത്തിലാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ നമ്മുടെ ഉള്ളിലേക്ക് വീണ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരുപക്ഷെ കുവൈറ്റിൽ ഗ്രേസ് കമ്മ്യൂണിറ്റി കുവൈറ്റ് ഒരു ഫെലോഷിപ്പ് നടത്തുന്നു. ആ ഫെലോഷിപ്പിന് റെഗുലറായി 1,000 മെമ്പേഴ്സ്, 2,000, 5,000, 10,000 മെമ്പേഴ്സൊക്കെ ഉണ്ടാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകും. നല്ലതാണ്. സംഘടനാ സ്പിരിറ്റ് എന്ന് പറയും, ഡിനോമിനേഷൻ സ്പിരിറ്റ് എന്ന് പറയും. നല്ലതാണ്. എന്നിട്ട് ആ 3,000 പേര് വരുന്നു, ആ 3,000 പേരെ നമ്മളിങ്ങനെ ഓടിക്കുന്നു, നടത്തുന്നു. നല്ല രസമായിരിക്കും. പക്ഷേ ഉണ്ടല്ലോ, നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് സത്യമായിട്ട് ഞാൻ പറയട്ടെ, കുവൈറ്റ് ഗ്രേസ് കമ്മ്യൂണിറ്റിയിൽ 3,000 മെമ്പർഷിപ്പ് ഉണ്ടാകാൻ വേണ്ടി അല്ല. ദയവ് ചെയ്ത് അങ്ങനെ ആഗ്രഹിച്ച് ഈ ദർശനത്തെ മാറ്റിക്കളയല്ലേ. നമ്മുടെ ആഗ്രഹം അതല്ല. വ്യക്തികൾ ദൈവരാജ്യത്തിൽ വരട്ടെ.
വ്യക്തി കേന്ദ്രീകൃതമായ സകല പ്രസ്ഥാനങ്ങൾക്കും അതിൻ്റേതായ പരിമിതികളുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇപ്പോൾ ഇങ്ങോട്ട് വാ, ഞങ്ങളുടെ കൂടെ എന്ന് പറയുന്നതിലുപരി നമുക്ക് രണ്ടുപേർക്കും കൂടെ ദൈവരാജ്യത്തിലോട്ട് കയറാമെന്ന് പറ. ഹല്ലേലൂയ. ഞങ്ങളുടെ കൂട്ടായ്മ വന്ന് അംഗത്വം എടുത്തോ എന്ന് പറയുന്നതിലുപരി നമുക്ക് രണ്ടുപേർക്കും കൂടെ ദൈവരാജ്യത്തിലോട്ട് പോകാമെന്ന് പറ. ഹല്ലേലൂയ. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പലവിധ മീനുകൾ കയറുന്ന വലയായി ദൈവരാജ്യം ഈ നാട്ടിൽ മാറും. ഹല്ലേലൂയ. പലവിധ മീനുകൾ കയറുന്ന വലയായി ദൈവരാജ്യം ഈ നാട്ടിൽ കയറും. ഇന്നെന്താണെന്നറിയോ, വലകളെല്ലാം അങ്ങ് റിസർവ്ഡ് ആണ്. വലകളെല്ലാം ചിലതിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ യേശു ദൈവരാജ്യം എന്ന, കാരണം ഈ മുക്കുവൻ്റെ ആ കോണ്ടെക്സ്റ്റൂടെ എടുത്ത് പഠിച്ചാലേ മനസ്സിലാവും. ഈ മുക്കുവന്മാർ ഈ വല വീശുന്നിടത്തും നമ്മൾ ഈ കടലിൻ്റെ ഇങ്ങേ തലയ്ക്ക് വീശുന്ന പോലെയൊന്നും അല്ല അവർ വീശുന്നത്. അവർ വീശുമ്പോൾ ഒരൊറ്റ തരത്തിലുള്ള മീനിൻ്റെ വലിയ കൂട്ടത്തെ അവർക്ക് കിട്ടുന്നത്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം വള്ളക്കാരുടെ അടുത്ത് നിങ്ങൾ ചെന്ന് നിൽക്കുകയാണെങ്കിൽ മത്തി അവർ കൊണ്ടിരുന്നെങ്കിൽ മൊത്തം മത്തിയായിരിക്കും, അയല അവർ കൊണ്ടിരുന്നെങ്കിൽ മൊത്തം അയലയായിരിക്കും. കാരണം ഇവരുടെ വല പോയി വീഴുന്നത് ഒരയല കൂട്ടത്തെയാണ്. വേറെ മീനുകളുടെ ഒന്നും പേര് എനിക്കറിയത്തില്ല, പറഞ്ഞു നിങ്ങൾ പറഞ്ഞു, എന്തേലും ആട്ടെ, ഓക്കെ. ഇതിൻ്റെ ആയിരിക്കും ഒരു വലിയ കൂട്ടമാണ്. അതിനകത്തൊരിക്കലും ഇങ്ങനെ പലവിധ പരിപാടി കാണുകയല്ല. കേട്ടവർക്കായി സ്തോത്രം. പലവിധ പരിപാടി കാണുകയല്ലോ. ഒരു തലയുള്ളതും പിന്നെ തലയും വാലും ഉള്ളതും, പാമ്പിനെ പോലെ തലയുള്ളതും മറ്റേ പോലെ വാലുള്ളതും, ഇതൊന്നും അതിൻ്റെ അകത്ത് കാണുകയില്ല. ഏതെങ്കിലും ഒരു കൂട്ടം അത് അതിൻ്റെ അകത്ത് ഒത്തിരി ഉണ്ടാവും. പക്ഷെ ദൈവരാജ്യം ഇതല്ല. പലവിധ മീനുകൾ കയറുന്ന വലയാണ്. ആ കാഴ്ചപ്പാടൊന്ന് വികസിപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. പലവിധ മീനുകൾ പല സൈസ് ഇതിനകത്തുണ്ട്. പല സൈസുകൾ ഇതിൻ്റെ അകത്തുണ്ട്. സത്യമാണ്. പല ടൈപ്പ് സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ചിലതിനെ തൊട്ടാക്കായി മുറിയും, ചിലത് വാ പിളർന്ന് നിൽക്കുന്നുണ്ട്. പല സൈസ് മീനുകൾ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷെ ഈ മീനുകളെല്ലാം കയറിയിട്ടും പൊട്ടാത്ത ഒരു വലയാണ് ദൈവരാജ്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ മീനുകൾ പല സ്വഭാവമുള്ളവരാണെങ്കിലും എല്ലാവരും ഒരേ സ്വഭാവത്തിൽ നിൽക്കുന്നത് ഈ വലയുടെ പ്രത്യേകതയാണ്. ആ വല ദൈവരാജ്യത്തോട് സദൃശ്യമാണ്. ആ മീനുകൾ നിങ്ങളും ഞാനുമാണ്. എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആ മീനുകൾ നിങ്ങളും ഞാനും പല സ്വഭാവക്കാരാണ്. പക്ഷേ ഈ വലയ്ക്കകത്ത് കയറി കഴിയുമ്പോൾ ഡീസൻ്റാണ്. പിന്നെ നമ്മുടെ ഇഷ്ടങ്ങളില്ലാതെ ഇന്നലെ വരെ ഞാൻ അങ്ങനെ പോയതാ, വേണ്ട അതൊന്നും ഇവിടെ വേണ്ട, മിനിങ്ങാന്ന് നീ എന്താ, അതൊന്നും ഇവിടെ വേണ്ട. ഇവിടെ ഈ വലയ്ക്കകത്തൊരു നിയമമുണ്ട്. ആ നിയമം ദൈവരാജ്യത്തിൻ്റെ നിയമമാണ്. അതനുസരിക്കാൻ നീ വിധേയപ്പെട്ടിരിക്കുന്നു. അതിലേക്ക് നിന്നെ പിടിച്ചിട്ടിരിക്കുന്ന കർത്താവ്. അങ്ങനെ വീഴ്ത്തപ്പെട്ടവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണോ നിങ്ങൾ? അങ്ങനെയാണോ എങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. ദൈവരാജ്യം നിങ്ങളോട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. യേശു ഒരിക്കലും, ഞാൻ ചോദിക്കട്ടെ, യേശുവിന് ഒരു സഭ തട്ടിക്കൂട്ടാൻ ഇവിടെ എന്ത് എളുപ്പമായിരുന്നു? ഞാൻ കഴിഞ്ഞ ദിവസം സഹോദരന്മാരോട് സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു, ലാസറും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. നിങ്ങൾ ആ രംഗം ഒന്ന് കാണുക. ബഥാന്യ ഗ്രാമം മുഴുവൻ കർത്താവിൻ്റെ അടുക്ക കൂടിയിരിക്കുന്നു. കർത്താവിന് വേണേൽ മൈക്കൊക്കെ അടുപ്പിച്ച് പിടിച്ചിട്ട് അനൗൺസ് ചെയ്യായിരുന്നു. ഒരു പ്രത്യേക അനൗൺസ്മെൻ്റ് ഉണ്ട്. അടുത്ത ആഴ്ച മുതൽ ഞാനൊരു ചർച്ച് തുടങ്ങുവാണ്. നിങ്ങൾ കണ്ടല്ലോ, സാക്ഷാൽ ലാസറാണ് ഇവിടെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത്. ഇവിടെ അത്ഭുതമുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്. അടുത്ത ആഴ്ച മുതൽ ഇങ്ങോട്ട് വാ എല്ലാവരും എന്ന് കർത്താവിന് വേണേൽ വിളിക്കാമായിരുന്നു പ്രിയരെ. യേശു വിളിച്ചാൽ ആൾ കൂടത്തില്ലായിരുന്നു. ഒന്ന് പറഞ്ഞേ. ശവം അടക്കം കൊണ്ടുപോകുന്ന ശവത്തെ തടഞ്ഞു നിർത്തിയിട്ട് ഒന്ന് ശവപ്പെട്ടിക്കകത്ത് ഒരുത്തൻ എഴുന്നേറ്റ് ഇരിക്കുന്ന രംഗം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. ഹലോ, എന്നെ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കുഴിച്ചിടാൻ കൊണ്ടുപോയി എഴുന്നേറ്റിരിക്കുക, വർത്താനമൊക്കെ പറഞ്ഞ് ഒന്ന് ചിന്തിച്ച് ചോദിക്കുക, എന്തായിരിക്കും അവിടുത്തെ സീന്? എടാ, ഇവിടെ എന്നാ പറയണ്ട, ഒരു മുടന്തം നടക്കുമ്പം നമ്മുടെ സീൻ എന്താണെന്ന് നമുക്കറിയാം. ഇവിടെ ഒരു ചെകിടൻ്റെ ചെവി കേൾക്കുമ്പം എൻ്റെ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ തൃശ്ശൂർ മീറ്റിങ്ങിന് പോയി. അവിടെ 46 വർഷമായിട്ട് ജന്മനാ ചെകിടനായി ജനിച്ച ഒരു മനുഷ്യൻ സൗഖ്യമായി. എൻ്റെ പോനോ, എന്നാ സീൻ, എന്നാ ജാടയായിരുന്നു ഞങ്ങൾക്കല്ല. സൗഖ്യമായി, ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്കല്ല. എന്നാ പറയണ്ട, ഒരു പ്രത്യേക ഒരു മാനസിക അവസ്ഥയിലേക്ക് ഞാൻ പോലും ആയിപ്പോയി. ഞാൻ ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ തുറന്ന് പറയാം, കർത്താവ് ചെയ്ത അത്ഭുതം കണ്ടപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. ഇത് ചെകിടനൊന്നുമല്ല, കുഴിച്ചിടാൻ കൊണ്ടുപോയവൻ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഒരാളെ കുഴിച്ചിടാൻ കൊണ്ടുപോയവൻ ഇതാ എഴുന്നേറ്റ് നിൽക്കുക.
ബഥാന്യ പട്ടണം മുഴുവൻ കൂടിയിരിക്കുകയാണ്, ഗ്രാമം മുഴുവൻ കൂടിയിരിക്കുകയാണ് കർത്താവിൻ്റെ അടുക്കൽ. സാക്ഷാൽ ലാസർ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക. കർത്താവിന് വേണമെങ്കിൽ ഒരു അനൗൺസ്മെൻറ്റ് നടത്തത്തില്ലായിരുന്നു? പിന്നെ അടുത്ത ആഴ്ച മുതൽ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. ബഥാന്യയിലെ ലാസറിൻ്റെ വീടിൻ്റെ ഇപ്പുറത്ത് ഞങ്ങൾ ഒരു ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ഞാനാണ് ഇവിടുത്തെ സെക്രട്ടറി. മെയിൻ ഖജാഞ്ചിയായിട്ട് ഞാൻ യൂതയെ നിയമിക്കുകയാണ് ഇന്ന് മുതൽ. അടുത്ത ആഴ്ച മുതൽ നമ്മൾ ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഡറിൽ പോവുകയാണ്. അതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അഡ്മിനിസ്ട്രേഷനും എല്ലാം നല്ലതായിട്ട് വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിക്കോണം. അതിനുവേണ്ടി ഞാൻ ഓരോരുത്തരെ ചുമതലപ്പെടും. ഈസി ആയിട്ടൊരു സെറ്റപ്പ് കർത്താവിന് ഉണ്ടാക്കാമായിരുന്നു. ഹലോ, കൃപ. മത്തായി 16 യേശു പറഞ്ഞത്, നിങ്ങൾ എൻ്റെ സഭയെ പണിയുന്നല്ല, ആമേൻ, ഞാൻ എൻ്റെ സഭയെ പണിയും. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ചർച്ച് ഈസ് മൈൻ ആൻഡ് ഐ ആം ബിൽഡിങ് ഇറ്റ്. സഭ എൻ്റേതാണ്, ഞാനാണ് അതിനെ പണിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാഴ്ചപ്പാട് എല്ലാവരുടെ ഉള്ളിലേക്ക് വരട്ടെ. നിങ്ങൾ കാണുന്ന ബിൽഡിങ്ങിനകത്ത് കൂടുന്ന, ബേസ്മെൻറ്റിൽ കൂടുന്ന 17 പേര്, അത് 17 സ്വഭാവക്കാർ, 17 വഴക്കാളികൾ. 17 വഴക്കാളികളെ പിടിച്ചോണ്ട് അതിലും വലിയൊരു വഴക്കാളി നേതാവായിട്ടിരിക്കുന്ന അല്ല സഭ. കേട്ടവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഒതുക്കി വെക്കാൻ ഒതുങ്ങിയിരുന്നോണം, വെച്ചൊക്കത്തില്ല, വിടമാട്ടെ, കാണിച്ചു തരാൻ നിന്നെ, ഇതും പറഞ്ഞ് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കൂട്ടത്തെ നടത്തുന്ന അല്ല സഭ. കർത്താവിൻ്റെ സഭ ദൈവരാജ്യമാണ്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും ഉള്ളതാണ് ദൈവരാജ്യം. ഇത് അനുഭവിക്കുന്നവർക്കായി സ്തോത്ര. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നുകൂടെ കർത്താവിനെ സ്തോത്രം ചെയ്തേ. എന്നാൽ അവിടെ തന്നെ വേറൊരു സെറ്റപ്പ് കൂടെ ഉണ്ടായിരുന്നു, മതത്തിൽ ചേർക്കുന്ന പരിപാടി. കരയും കടലും കടന്ന് പോയി നിങ്ങളൊരുത്തനെ മതത്തിൽ ചേർക്കും. ആർക്കായിരുന്നു ഈ പരിപാടി ഉണ്ടായിരുന്നത്? ഗ്രൂപ്പിൽ ചേർക്കൽ പരിപാടി ആർക്കാ ഉണ്ടായിരുന്നതെന്നറിയോ? പരീശന്മാർക്ക്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അത്? കരയും കടലും കടന്ന് നിങ്ങളൊരുത്തനെ പോയി നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ വേണ്ടി പോവും. ചേർത്താലോ നിങ്ങളെക്കാട്ടിലും വലിയ നരകത്തിന് അവനെ യോഗ്യനാക്കും. നിങ്ങളെക്കാട്ടിലും. അപ്പോൾ ഡിനോമിനേഷൻ സ്പിരിറ്റ് കംപ്ലീറ്റ് അവർക്കാ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ വാ, ഞങ്ങളോട് ചേർന്ന്. ഇവിടെ ദൈവരാജ്യത്തിൻ്റെ കാഴ്ചപ്പാട് വന്നവൻ്റെ കാഴ്ചപ്പാടിതാ, നിൻ്റെ ഗ്രൂപ്പ് ഏതുമാകട്ടെ, നീ ദൈവരാജ്യത്തിലാണോ, യേശു ദൈവം എന്ന് വിശ്വസിക്കുന്നു, വാ നമുക്ക് കൈ കൊടുക്കാം, ആമേൻ. അതിനപ്പുറത്തൊന്നും വേണ്ട. അതിനപ്പുറത്ത് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലീഡേഴ്സിനോട് അവിടെ പറഞ്ഞൊരു കാര്യം, യേശു ദൈവം എന്ന് വിശ്വസിക്കുന്ന മുഴുവൻ പേർക്കും പോയി കൈ കൊടുത്തു. അവരുടെ കൂടെ പോയി കൂട്ടായ്മ ആചരിച്ചു. അവരെവിടെ പോകുന്നു അവരുടെ കൂടെ ആമേൻ പറഞ്ഞു. കാരണം യേശു ദൈവം എന്ന് വിശ്വസിക്കുന്നവൻ ദൈവരാജ്യത്തിലാ. ഓ, ഒന്ന് കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവൻ ദൈവരാജ്യത്തിലാണ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ രാജാവ് ആ വ്യക്തിയുടെ ഉള്ളിൽ കയറിക്കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നാം ഇവിടെ കുവൈറ്റിൽ, ഗ്രേസ് കമ്മ്യൂണിറ്റി കുവൈറ്റ് നല്ലതാണ്, എല്ലാം നല്ലതാണ്, എല്ലാം ഫങ്ഷനിങ് എല്ലാം നല്ലതാണ്. പക്ഷേ ആത്യന്തികമായി ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡൻ്റ് ചേർച്ചിനെ പോലെ ഇതായി പോയി കഴിഞ്ഞാൽ കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് ഈ ദർശനം മാറിക്കഴിഞ്ഞു ബ്രദറെ. യേശുവിൻ്റെ ചങ്കിൽ നിന്ന് ഈ ദർശനം മാറിക്കഴിഞ്ഞു. നോ, ഇതങ്ങനെ ഒതുങ്ങാനുള്ളതല്ല. ഇതിനകത്ത് പലവിധ മീനുകൾ കയറട്ടെ. ഓ ഹല്ലേലൂയ. വലിയ പിണ്ടത്തെ പുളിപ്പിക്കുന്ന ചെറിയ പുളിച്ചമാവായി ഇത് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ചെറിയതാ. ഓ, ആ രംഗം നിങ്ങളൊന്ന് കണ്ടേ. ആ കൊച്ചു മാവാകുന്ന ദൈവരാജ്യം, ആ വലിയ അമ്മച്ചി, ആ വലിയ പിണ്ടത്തിനകത്തേക്ക്, ആ പിണ്ടം നമ്മുടെ ഉദ്ദേശിച്ചിരിക്കുന്ന ആ വലിയ മാവിൻ്റെ കൂടാ കുഴച്ച് 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 വലുതാക്കി വെക്കും. കാരണം ഇവരുടെ ഈ നമ്മുടെ ഇവിടുത്തെ ഈ കോൾ കുബൂസിൻ്റെ വേറൊരു സാധനമായത് അവരുടെ ഫുഡ്. അതിങ്ങനെ കുബൂസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ തീയിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന. അപ്പോൾ അതിനുവേണ്ടി വലിയ മാവ് കുഴച്ച് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയും? ബുദ്ധിയുള്ള അമ്മമാർ അതിൻ്റെ അകത്തോട്ട് കൊണ്ടേ ഒരു പിടി പോലും വെക്കത്തില്ല. ഇച്ചിരി ഈസ്റ്റ് അങ്ങോട്ട് ഇടും, അല്ലെങ്കിൽ ഇച്ചിരി പുളിപ്പ് അങ്ങോട്ട് ഇടും. നിങ്ങൾക്കറിയാം, ഈ വലിയ പിണ്ടത്തെ മുഴുവൻ ഈ ചെറിയ പുളിപ്പ് കയറി 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 ഈ വലിയ പുളിപ്പെന്ന്, വലിയ പിണ്ടം എന്ന് പറയുന്നത് കുവൈറ്റാണ്. അവിടുത്തെ ചെറിയ പുളിപ്പെന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങൾ അവിടുന്ന് കുറച്ചിനെ ഇങ്ങോട്ട് മുറിച്ചോണ്ട് വന്നിട്ട് ഇവിടെ പുളിപ്പിക്കുന്ന പരിപാടി നിർത്ത്. അതിൻ്റെ അകത്തോട്ട് കൊണ്ടുവെക്ക്. എത്ര പേർക്ക് ഞാൻ പറയുന്ന ആശയം മനസ്സിലായി? നമ്മളെല്ലാവരും ശ്രമിക്കുന്ന അവിടുന്ന് കുറച്ച് മാവിനെ ഇങ്ങോട്ട് വെട്ടിയെടുത്തിട്ട് ഇതിനെ അങ്ങോട്ട് പുളിപ്പിച്ച് വരിപ്പിക്കാന്ന. കുറച്ച് മാവിനെ എന്തിനാണ് വെട്ടിയെടുപ്പിക്കുന്നത്? ആ വലിയ പിണ്ടത്തിനകത്തോട്ട് അതുകൊണ്ട് തന്നെ പൊളിച്ച് കേടുമ്പിച്ചിരിക്കുക.
ഇച്ചിരിക്കകത്തോട്ട് വലുത് തള്ളി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പൊളിച്ച് കെടുമ്പിച്ചിരിക്കുക. ആ പരിപാടി മാറണം. ഹല്ലേലൂയ. പൊളിച്ച് കെടുമ്പിച്ചിരിക്കാനല്ല, മൊത്തത്തെ പൊളിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ആ പൊളിച്ച മാവാക്കിയിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ കാഴ്ചപ്പാടിൽ മാത്രമേ വളർച്ചയുള്ളൂ പ്രിയമുള്ളവരെ. അല്ലെങ്കിൽ പരിമിതപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ കൂട്ടം 18 പേര്, ഞാൻ അതിനെ പിടിച്ചോണ്ടിരിക്കുക, ഞാൻ അതിൻ്റെ ജേതാവ്, അതിൻ്റെ ആൾ ഞാൻ ഒന്നാമത് വന്നവൻ, നീ രണ്ടാമത് വന്നവൻ. ബ്രദറിന് എന്നെയാണ് കൂടുതൽ ഇഷ്ടം. സജിത് ബ്രദറിൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ, ഞങ്ങളുടെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ബ്രദർ വന്ന എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ബ്രദർ എന്നെ വിളിക്കാറുണ്ട്, നിങ്ങളെ വിളിക്കാറില്ലല്ലോ. ഞാനിതൊക്കെ എത്ര കാണുന്ന. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദർശനം അങ്ങോട്ട് മാറുക, വിഷൻ മാറ്റുക. ഈ ദിവസങ്ങൾ കുവൈറ്റിലെ ഗ്രേസ് കമ്മ്യൂണിറ്റി ഈ ദേശത്തെ പിടിച്ചടക്കട്ടെ. ഹല്ലേലൂയ. യേശു ദൈവം എന്ന് വിശ്വസിക്കുന്ന മുഴുവൻ പേരുമായിട്ട് നിങ്ങൾ പോയി കൈകോർക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ചെറിയ കടുകുമണി വലിയ വൃക്ഷമാവട്ടെ. ചെറിയ കടുകുമണി വലിയ വൃക്ഷമാകട്ടെ. ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ചെറിയ കടുകുമണിയും വലിയ വൃക്ഷമായിട്ടില്ല. ഒരു ബുദ്ധിയില്ലാത്ത പക്ഷിയും ഇന്ന് വരെ ഇതേ കൊണ്ടുവന്ന് കൂടും കൂട്ടിയിട്ടില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ അറിയാം, കടുകുമരത്തെ കൊണ്ടുവന്ന് പക്ഷി കൂട് കൂട്ടുന്നെങ്കിൽ ഇത്രയും വിവരമില്ലാത്തൊരു പക്ഷിയെന്നേ പറയേണ്ടതുള്ളൂ. കാരണം ഒരു പക്ഷി പോലും കടുകുമരത്തെ കൊണ്ട് കൂട് കൂട്ടാൻ തന്നെ. പക്ഷേ ഇതാ ദേശാടന കിളികൾ പോലും ഇപ്പോൾ ദേശാടനം നിർത്തി ഇതേ വന്ന് കൂട് കൂട്ടിയെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. വിസിറ്റേഴ്സ് പോലും ഇതേ വന്ന് കൂട് കൂട്ടിയെന്നാണ് പറയുന്നത്. കാരണം ഇതൊരു വലിയ വൃക്ഷമായി മാറി. ദൈവരാജ്യത്തിൻ്റെ കാഴ്ചപ്പാട് ചെറുതല്ല, ദൈവരാജ്യത്തിൻ്റെ കാഴ്ചപ്പാട് വലുതാണ്. ചെറിയ വല, വലിയ മീൻകൂട്ടം. ഹല്ലേലൂയ. ചെറിയ പുളിച്ച മാവ്, വലിയ പിണ്ടത്തെ ചെറിയ കടുകുമണി വലിയ വൃക്ഷമാകുന്നു. അതിനെ മുഴുവൻ ചെറിയ കർഷകൻ വലിയ നിധിയെ കണ്ടെത്തി. ആ വലിയ നിധി തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് വന്ന് വാങ്ങി. തനിക്ക് മനസ്സിലായി ഇതിനപ്പുറത്തൊന്നുമില്ല. എന്താ ഈ പറഞ്ഞതിൻ്റെ ആശയം? ദൈവരാജ്യത്തിൻ്റെ ആശയം ചെറുതല്ല, ഒരുപാട് വലുതാണ്. എന്താണ് സഭ? അതാണ് ദൈവരാജ്യം. ഇതാണ് നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതേണ്ടിയത്. എന്താണോ സഭ, അതാണ് ദൈവരാജ്യം. എങ്ങനെ ഇത് മനസ്സിലാക്കാം? കർത്താവ് പറഞ്ഞ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം. മത്തായി 16 യേശു പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും. 16 മാത്യു 16:16 പെട്ടെന്ന് എടുത്ത് വേണമെങ്കിൽ വായിച്ചു. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. വായിച്ചു 16:16. ഞാൻ എൻ്റെ സഭയെ പണിയും. ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്തെത്തിയപ്പോൾ ജനങ്ങൾ അവനോട്, നീ മനുഷ്യപുത്രനെ ജനങ്ങൾ ആര് എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ചിലർ ഏലിയാവെന്നും ചിലർ യെരമ്യാവെന്നും മറ്റു ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും പറയുന്നു എന്ന് പറഞ്ഞു. നിങ്ങളോ എന്നെ ആര് എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. അടുത്തത് യേശുവനോട് ബർയോനായ ശിമോനെ. ബർ എന്ന വാക്കിന്റെ അർത്ഥം സൺ ഓഫ്. ബർയോനായ മോനെ എന്ന വാക്കിന്റെ അർത്ഥം യോഹന്നാന്റെ മോനായ ശിമോനെ. ബർയോനായ ശിമോനെ, നീ ഭാഗ്യവാൻ. യു ആർ ബ്ലെസ്ഡ്. നീ ഇത് കണ്ടല്ലോ. സോ ദാറ്റ് യു ആർ ബ്ലെസ്ഡ്. ബർയോനായ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ. ഒന്ന് പറഞ്ഞേ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നു. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അടുത്തത് പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. നീ പത്രോസ് ആകുന്നു. യു ആർ പീറ്റർ. നോക്ക യു ആർ പീറ്റർ ആൻഡ് ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. നീ പത്രോസ് ആകുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ രണ്ട് പദം ഒന്ന് കേൾക്കുക. നീ പത്രോസ് ആകുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം നിങ്ങൾക്കറിയാം, പെട്രോസ് ആൻഡ് പെട്ര. പെട്രോസ് എന്ന ആശയം പാറക്കഷണമാണ്. അതാ പത്രോസിനെ നോക്കി പറയുന്നത്. യു ആർ പെട്രോസ്, എഫ്താൽമോസ്. യു ആർ പെട്രോസ് ആൻഡ് ഐ ആം പെട്ര. എന്നിൽ നിന്ന് പോയ പാറക്കഷണമാ നീ. ഓക്കെ, യു ആർ പെട്ര ആൻഡ് ഐ ആം യു ആർ പെട്രോസ് ആൻഡ് ഐ ആം പെട്ര. നീ പാറക്കഷണമാണ്, ഞാൻ പറയാ. ഐ വിൽ മൈ ചേർച്ച്. ഞാൻ എൻ്റെ സഭയെ പണിയും. പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഞാനാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. എന്നിട്ട് യേശു പറയുക, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സഭയുടെ കാര്യമല്ലേ പറഞ്ഞേ? ആണോ അല്ലയോ? വേം പറ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. തൊട്ടടുത്ത വാക്യത്തിൽ അപ്പം കർത്താവ് വേറൊരു കോണ്ടെക്സ്റ്റിൽ എന്തെങ്കിലും പറയുമോ? ഇല്ല. തൊട്ടടുത്ത വാക്യം പറയുന്നത് നോക്കിയേ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. ഹലോ നോക്കിയേ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. തൊട്ടടുത്ത വാക്യം, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഞാനാ പണിയുന്നേ, പക്ഷേ കീ നിന്നെ ഏൽപ്പിച്ചിരിക്കുക. പണിയുമെന്ന് എന്ത് മേളി പറഞ്ഞോ അതിന്റെ താക്കോല പത്രോസിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്താ മേളി പണിയെന്ന് പറഞ്ഞേ? സ്വർഗരാജ്യമാ. എന്താ മേളി പണിയെന്ന് പറഞ്ഞേ? സഭയാ. ഹലോ, എൻ്റെ കൂടെ ഒന്ന് വന്നേ. ഒന്ന് മിണ്ടിക്കേ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ അവിടെ ഞാൻ എൻ്റെ സഭയെ പണിയും. അവിടെ തൊട്ടെടുത്തു, ഞാൻ എൻ്റെ സഭയെ പണിയും. നീ പത്രോസാകുന്നു,
ഞാൻ ഈ എൻ്റെ സഭയെ പാറമേൽ പണിയും. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ആയിക്കോട്ടെ. അടുത്തത് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കണ്ടോ? ഞാൻ നിനക്ക് തരുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞിട്ട് പത്രോസിനെ ഇതിന് ഇൻവോൾവ്മെന്റിന് വിളിക്കുക. പണിയുന്ന ഞാനാ, പക്ഷെ താക്കോൽ നിന്നെ ഏൽപ്പിച്ചേക്കാം. കാരണം തുറന്ന് നീയാണ് ആൾക്കാരെ ഇതിനകത്ത് കയറ്റണ്ടേ. കേൾക്കുന്നവർക്കായി സ്തോത്രം. ഞാനാ പണിയുന്നേ, നീയല്ല പണിയുന്നേ, പക്ഷെ കീ നിന്നെ ഏൽപ്പിച്ചേക്കാം. അപ്പോൾ പത്രോസ് ആരായിരുന്നു? പറഞ്ഞോ, പത്രോസ് അപ്പോൾ ആരായിരുന്നു? കർത്താവ് പണിതതിൻ്റെ കർത്താവ് പണിയുന്നതിൻ്റെ സ്റ്റുവേർഡ്, ഗ്രഹവിചാരകൻ. യേശു പണിയുന്നതിനെ സൂക്ഷിക്കുന്നവൻ, ഓപ്പറേറ്റ് ചെയ്യുന്നവൻ. കർത്താവ് അതിനെ പണിയുന്നു, അതിനെ നമ്മളെല്ലാം ഇങ്ങനെയാട്ടോ. കർത്താവ് പണിയുന്നേ, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, വളരുമാറാക്കിയത് കർത്താവ് അത്രേ. ഓക്കെ, കർത്താവ് പണിയുന്നേ, നമ്മളെ എന്താണ്? നമ്മളെ കൂട്ടുവേലക്കാരായി വിളിച്ചിരിക്കുകയാണ്. അത് നമ്മളെ താക്കോൽ ലഭിച്ചിരിക്കുക. ഈ താക്കോൽ ഉപയോഗിച്ച പത്രോസ് ഒരു തുറപ്പങ്ങ് തുറന്ന് 3000 അകത്തോട്ടം കയറ്റി. തൊട്ടടുത്ത അധ്യായത്തിൽ 5000 അകത്തോട്ടം കയറ്റി. കാരണം ഈ ആളുടെ കൊടുത്തിരിക്കുകയായിരുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ നീ കെട്ടുന്നത് കെട്ടപ്പെടും, നീ അഴിക്കുന്നതൊക്കെയും അഴിക്കപ്പെടും എന്നുത്തരം പറഞ്ഞു. നോക്കി. അപ്പം ഇവിടുന്ന് ഒരു കാര്യം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്താണോ സ്വർഗരാജ്യം, അതാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യമാണ് സഭ. എന്ത് സഭയിലുണ്ടോ അത് ദൈവരാജ്യത്തിലുണ്ട്. എന്ത് ദൈവരാജ്യത്തിലുണ്ടോ അത് സഭയിലുണ്ട്. പരിശുദ്ധാത്മാവിൽ നീതിയും സമാധാനവും സന്തോഷവും ദൈവരാജ്യത്തിലുണ്ടെങ്കിൽ അത് മുഴുവൻ എവിടെയുണ്ട്? സഭയിലുണ്ട്. ഹല്ലേലൂയ. സോ ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്കത് ഒത്തിരി കോൺട്രവേഴ്സിയാണത്. എന്നാൽ ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് വഴിയും കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ ദൈവരാജ്യത്തിൻ്റെ പ്രത്യക്ഷതയാണ്. യേശുവിൻ്റെ ശരീരമാകുന്ന സഭ ദൈവരാജ്യത്തിൻ്റെ പ്രത്യക്ഷതയാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രകടനമാണ് ഭൂമിയിലെ സഭ. ഒന്ന് ചേർന്ന് പറഞ്ഞ്, അത് നല്ലൊരു സെൻറ്റൻസ്. ദൈവരാജ്യത്തിൻ്റെ പ്രകടനമാണ് ഭൂമിയിലെ സഭ. ആ സഭയെന്ന് പറയുന്നത് ബിൽഡിംഗ് അല്ല. ആ സഭയെന്ന് പറയുന്നത് ദൈവരാജ്യത്തിൽ കയറിയവരുടെ കൂട്ടമാണ്. അവരൊരുമിച്ച് എവിടെ കൂടിയാലും അത് സഭയാണ്. അവരൊരുമിച്ച് വീട്ടിൽ കൂടിയാൽ അത് സഭയാണ്. അവരൊരുമിച്ച് മരത്തിൻ്റെ ചോട്ടിലിരുന്നാൽ അത് സഭയാണ്. അവരൊരുമിച്ച് സഞ്ചരിച്ചാൽ അത് സഭയാണ്. അവരൊരു കാറിൽ ഒരുമിച്ച് സഞ്ചരിച്ചാൽ സഭയാണ് സഞ്ചരിക്കുന്നത്. കാരണം സഭ അക്ഷരാർത്ഥത്തിൽ കർത്താവിൻ്റെ ശരീരമാണ്. എന്നോട് ചേർന്നത് പറഞ്ഞു, യേശുവിൻ്റെ ശരീരമാണ്. ഒരു കൂട്ടായ്മയ്ക്കും പങ്കെടുക്കാത്ത വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങളും കർത്താവിൻ്റെ സഭയാണ്. ഒരു സഭയിലും അംഗത്വം നിലവിലില്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളും കർത്താവിൻ്റെ സഭയാണ്. കാരണം കർത്താവിൻ്റെ സഭ അംഗത്വം കൊണ്ട് വർദ്ധിക്കുന്നതോ പരിഗണിക്കപ്പെടുന്നതോ അല്ല. കർത്താവിൻ്റെ സഭ കർത്താവിൻ്റെ ശരീരമാണ്. യേശു ദൈവമെന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ തലയുടെ കീഴിലെ ശരീരമായി മാറുകയാണ്. ആ ശരീരത്തിൻ്റെ കീഴിലെ അവയവങ്ങളായി മാറുകയാണ്. കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടുവാനായുള്ള തിരിച്ചറിവിലേക്ക് നിങ്ങൾ വരുമ്പോൾ. സോ ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. ദയവായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ എന്നെ ദൈവരാജ്യത്തിൽ ദൈവം വിളിച്ചിരിക്കുന്നു. ആ ദൈവരാജ്യം അക്ഷരികമല്ല, ആ ദൈവരാജ്യം ആത്മീകമാണ്. ആത്മീയത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന പിശാചിൻ്റെ രാജ്യത്തെ ആത്മീയത്തിൽ തകർത്തിട്ട് അവിടെ ആത്മീക രാജ്യത്തെ യേശു പണിതിരിക്കുന്നു. യേശു പണിതിരിക്കുന്ന ആത്മീക രാജ്യത്തിൻ്റെ അക്ഷരിക വെളിപ്പെടുത്തലിന് വേണ്ടിയാണ് കർത്താവ് ഭൂമിയിൽ സഭയെ സ്ഥാപിച്ചിരിക്കുന്നത്. ആ സഭ കേവലം ഒരു കൂട്ടമല്ല. ആ സഭ ഏതെങ്കിലും ഒരു ഡിനോമിനേഷൻ അല്ല. ആ സഭ ഏതെങ്കിലും വ്യക്തി താല്പര്യങ്ങൾ കുറച്ചുപേര് വട്ടം കൂടി ഒരാശയത്തിൽ ഒരുമിക്കുന്ന ഒന്നിച്ചു കൂടുന്ന സ്ഥലമല്ല. മറിച്ച് ആ സഭ കർത്താവിൻ്റെ ശരീരമാണ്. കർത്താവിൻ്റെ ശരീരം എന്ന് പറയുന്നത് ഏതോ ഒരു ഭാഗമല്ല. കർത്താവിൻ്റെ ശരീരം എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. ഏകവും സാർവലൗകികവും സാർവത്രികവുമാണ്. ഹല്ലേലൂയ. യൂണിവേഴ്സലാണ് ആ ബോഡി ഓഫ് ക്രൈസ്റ്റ്. യൂണിവേഴ്സൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്. അതുപോലെ തന്നെ സാർവത്രികമാണ് ആ കർത്താവിൻ്റെ ശരീരം. സകല ഇടങ്ങളിലുമുള്ളതാണ് ആ കർത്താവിൻ്റെ ശരീരം. യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവരാജ്യത്തിൽ വരുന്നു. അവർ കർത്താവിൻ്റെ സഭയിൽ വരുന്നു. ഇന്ന് ദൈവരാജ്യം തന്നെയാണ് അക്ഷരികാർത്ഥത്തിൽ ഇവിടെ സ്ഥാപിക്കപ്പെടുന്ന കർത്താവിൻ്റെ ശരീരമാകുന്ന സഭകൾ. ഹല്ലേലൂയ. അപ്പോൾ ഈ നാളുകളിൽ നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടിയ കാഴ്ചപ്പാട്, ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്, ഈ നാളുകൾ നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടിയ കാഴ്ചപ്പാട്, എൻ്റെ കൂട്ടായ്മ, ഞങ്ങളുടെ പ്രയർ ഫെലോഷിപ്പ്, ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന കൂട്ടായ്മ എന്നുള്ളതിലപ്പുറത്ത് ദൈവരാജ്യം. ഒന്ന് പറഞ്ഞ്, ദൈവരാജ്യം, ദൈവരാജ്യം, ദൈവരാജ്യം. ഞങ്ങളുടെ പ്രയർ അയാൾ വന്നില്ലേലും ഒരു കുഴപ്പമില്ല. കാരണം ഒത്തിരി പേരെ ഇരുത്താൻ ഇടയില്ലല്ലോ. എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കസേര വെയ്ക്കണ്ട അല്ലേ? ഞാൻ അവിടെ ഇടയ്ക്ക് ചങ്ങനാശ്ശേരി പറയാറുണ്ട്, കുറേ നാളായിട്ട് വരുന്നവർ ഇനി വരാതിരിക്കേ.
കാരണം ആ കസേര ഒന്ന് ഒഴിഞ്ഞു കിടന്നാലല്ലേ പുതിയ ഒരാൾക്ക് വരാൻ പറ്റുള്ളൂ. എങ്ങനെ ഞെക്കി ഞെരുക്കി ഇരുത്തിയാലും നമുക്കൊരു 1000, 1200 പേരെ അവിടെ ഇരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വരുന്നവർ തന്നെ വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പുതിയ ആൾക്കാർ എവിടെ ഇരുത്തും? ഹലോ, എൻ്റെ കൂടെ ഒന്ന് മിണ്ടിക്കേ. ഒരാൾ പോയിട്ട് പിന്നെ വന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? ഇവിടെ വന്നുകൊണ്ടിരുന്ന ആളാണ്, അവനെ വേറൊരാൾ വല വീശി പിടിച്ചോണ്ട് പോയി. ഞാനിപ്പോൾ അവൻ്റെ പുറകെ നടക്കുക, ചുമ്മാ വേറെ നേരമില്ല. പോയി അവനൊരു സെൻഡ് ഓഫും കൂടെ കൊടുത്തു വിടുക. ആമേൻ പറ. അവൻ പോയെങ്കിൽ സ്തോത്രം ചെയ്യും. ആ കസേര വേക്കൻ്റ് ആയല്ലോ, പുതിയ ആളവിടെ വന്നിരിക്കാൻ സമയമായി. ആമേ, കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ. എന്താണ് ഇവിടുത്തെ എൻ്റെ നേട്ടം? എൻ്റെ നേട്ടം എന്താണ്? ഇവിടെ എൻ്റെ നേട്ടത്തിന് വേണ്ടി അല്ലല്ലോ ഇത്, കർത്താവിൻ്റെ നേട്ടത്തിന് വേണ്ടിയായത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ആത്മാവിന്, എൻ്റെ പ്രിയമുള്ളവർ, ഞാൻ ഈ പറയുന്നത് എൻ്റെ ഹൃദയഭാരമാണേ, ഒന്ന് കേൾക്കണേ. ഒന്ന് കേൾക്കണേ എൻ്റെ പൊന്നോ, ഒന്ന് കേൾക്കണേ. ഒരു വ്യക്തിയുടെ ആത്മാവിനെ നേടുക എന്നുള്ളതിനപ്പുറത്ത് ദൈവം ഒരു വ്യക്തിയുടെ മേൽ നടത്താൻ വേറൊരു ശുശ്രൂഷയും അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. ഈ റോബിൻ എന്ന് പറയുന്ന ആളുടെ ആത്മരക്ഷയ്ക്കുള്ള വഴി അവനെ കാണിച്ചു കൊടുക്കുക. അതിനപ്പുറത്ത് റോബിനെ പിരിക്കാൻ എനിക്ക് നിയമമില്ല, റോബിനെ ഒതുക്കാൻ എനിക്ക് നിയമമില്ല, റോബിനെ ഇടിച്ചമർത്താൻ എനിക്ക് നിയമമില്ല, കൊണ്ടോളടാന്ന് പറയാൻ നിയമമില്ല. നോ, ഇയാളുടെ ആത്മാവിനെ രക്ഷിക്കാൻ എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. അതാ വചനം പറഞ്ഞു, ഞങ്ങളെ ആത്മാക്കളുടെ ഗ്രഹവിചാരകന്മാരാക്കിയിരിക്കുന്നു, ഞങ്ങളെ ആത്മാക്കളുടെ കാവൽക്കാരാക്കിയിരിക്കുന്നു. ഒരു വ്യക്തിയുടെ ആത്മാവിനെ രക്ഷിച്ചു. ആമേൻ. എവിടെയെങ്കിലും അവൻ പോട്ടെ, സ്തോത്രം. ആരെങ്കിലും അവനെ കൊണ്ടോട്ടെ. ആമേൻ. എന്തായാലും ആ വ്യക്തിയെ കർത്താവെങ്കിൽ ആദായപ്പെടുത്താൻ എനിക്ക് പറ്റി. അവൻ വഴിയാധാരമാകാതിരിക്കാൻ വേണ്ടി ഒരു പക്ഷേ ഫെലോഷിപ്പുകൾ നമുക്ക് പ്രയോജനപ്പെട്ടേക്കാം. പക്ഷേ ഇത് പറയണ്ട, എൻ്റെ സഭ, ഞങ്ങളുടെ ഫെലോഷിപ്പ് വേണ്ട, ഇത് കർത്താവിൻ്റെയാണ്, ദൈവരാജ്യമാണ്. പറഞ്ഞേ ദൈവരാജ്യമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ ദൈവരാജ്യമാണ്. യേശു ദൈവമെന്ന് വിശ്വസിക്കുന്ന സകല കൂട്ടങ്ങളോട് നമുക്ക് കൂട്ടായ്മയുണ്ട്. അവരോട് ഞങ്ങൾക്ക് ഭയങ്കര യുണീക്നെസ് ആണേ. ഞങ്ങൾ അങ്ങനെ, ഓഫ് കോഴ്സ് ദൈവരാജ്യത്തിൽ എല്ലാം യുണീക്കാണ്. ദൈവരാജ്യത്ത് നിങ്ങളെന്നല്ല, എല്ലാവരും ദൈവരാജ്യത്തിൽ യുണീക്കാണ്. ഹല്ലേലൂയ. യേശു ദൈവം എന്ന് വിശ്വസിക്കുന്നവരുടെ വലിയ സംഘങ്ങൾ. ശരിക്കും പറഞ്ഞാൽ സജു ബ്രദർ, ഞാൻ ആ കാഴ്ചപ്പാട് കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ശരിക്കും യേശുവിൻ്റെ ഹൃദയത്തിലുള്ള സഭ എന്ന് പറയുന്നത് ട്രെയിനിങ് സെൻ്ററാണ്. പരിശീലിപ്പിക്കപ്പെട്ട് ലോകത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള പരിശീലന കളരിയാണ് കർത്താവിൻ്റെ സഭ. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ പോയി ശിഷ്യരാക്കാനാ പറഞ്ഞേ. ശിഷ്യരാക്കി ഇങ്ങനെ വികസിച്ച് പോകുന്നതാണ് കർത്താവിൻ്റെ സഭ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ പിൽഗ്രിം നേച്ചർ മാറിയിട്ട്, ഈ പരദേശ പ്രയാണത്തിൻ്റെ സ്വഭാവം മാറിയിട്ട് സെറ്റിൽഡായി ചർച്ച. ഞങ്ങൾക്ക് സെറ്റൊക്കെ, ഞങ്ങൾക്ക് ഓർഫണയൊക്കെ ഉണ്ട്, അറിയാം ഞങ്ങൾക്ക് ഓർഫണയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ 7 ബൈബിൾ സ്കൂൾ ഒന്നിച്ച് നടത്തുന്നുണ്ട്. പിന്നെ 10,000 പട്ടിണി പാവങ്ങൾക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുക. ഭയങ്കര കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് ആത്മാക്കളുടെ രക്ഷ ഒഴിച്ച് ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആമേ. ചത്ത കുഴിച്ചിടാൻ ഞങ്ങൾക്ക് സ്ഥലമുണ്ട്, ഫ്രീസറിൽ വെക്കേണ്ട ഗതികേട് വരത്തില്ല, എല്ലാം ഞങ്ങൾക്ക് സെറ്റപ്പുണ്ട്. പക്ഷേ ആത്മാക്കളുടെ രക്ഷയ്ക്ക് മാത്രം ഒരു വഴി ദൈവകൃപയാൽ ഇതുവരെ ഒരുക്കിയിട്ടില്ല. നോ, അതല്ല. ആത്മാക്കളുടെ രക്ഷയാണ് ആത്യന്തികം, ബാക്കിയെല്ലാം സൈഡാണ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് കല്യാണം കഴിപ്പിക്കാൻ ഓഡിറ്റോറിയം ഉണ്ട്, നല്ല കാര്യം, അവിടെ നടത്തട്ടെ കല്യാണം. പക്ഷേ കല്യാണം കഴിക്കുന്നവൻ്റെ ആത്മാക്കൾ ഇത് കഴിഞ്ഞ് നരകത്തിൽ പോയാലോ? അപ്പോൾ ഇതൊന്നും ഇല്ലേലും ഈ ദിവസങ്ങളിൽ ഈ ഏത് രൂപപ്പെടുന്ന ഏത് പ്രസ്ഥാനത്തിൻ്റെ മേലുമുള്ള ഒരു വലിയ ഭീഷണി ഇതാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്ക് വരാനായിട്ട് ശ്രമിക്കും, എസ്റ്റാബ്ലിഷ്ഡ് ആകാൻ ശ്രമിക്കും. ഞങ്ങൾ ഇത്രയും വർഷങ്ങളൊക്കെ ഞങ്ങൾക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആകണം. കമോൺ. ഹല്ലേലൂയ. എത്ര പേരും പറയും, കർത്താവേ അങ്ങയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റാണ് ഞങ്ങൾക്ക് കാണാൻ താല്പര്യപ്പെടുന്നത്, അതിനപ്പുറം ഇപ്പുറം ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ കർത്താവിനാണ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. മഹത്വവും മാനവും ധനവും സ്തോത്രവും സകലവും യേശുവിന് കൊടുത്തോണ്ട് ഒന്ന് പറഞ്ഞ്, ഈ ദൈവരാജ്യത്തിൽ എന്നെ കൊണ്ടുവന്നതിന് നന്ദി. ഹല്ലേലൂയ. ഞങ്ങളുടെ ഇന്ന് ലോകമെമ്പാടും ഈ സമയത്ത് ഓൺലൈവായിട്ട് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഗ്രേസ് കമ്മ്യൂണിറ്റിയിലെ എനിക്ക് തോന്നുന്നു 100 കണക്കിന് ആൾക്കാർ ഇപ്പം ലൈവായിട്ട് ഈ ശുശ്രൂഷ വീക്ഷിക്കുന്നുണ്ട്. നിങ്ങളോടും കൂടി ആയിട്ടാണ് ഞാനിത് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന ഗ്രേസ് കമ്മ്യൂണിറ്റി വളർത്താനൊന്നും അല്ല കേട്ടോ. ഈ ആശയം തന്നെ ദൈവം തന്നത് സമൂഹം എന്ന ആശയമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഇത് 10 പേരെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടാക്കുന്ന ഒരു സഭയല്ല. സഭയായിരുന്നെങ്കിൽ ഇതിനെ ഗ്രേസ് ചർച്ച് എന്ന് വിളിച്ചേനെ. ദിസ് ഈസ് നോട്ട് ഗ്രേസ് ചർച്ച്, ദിസ് ഈസ് എ ഗ്രേസ് കമ്മ്യൂണിറ്റി. ദിസ് ഈസ് ഗ്രേസ് കമ്മ്യൂണിറ്റി. ഇത് കൃപയുടെ സമൂഹമാണ്. നാനാ ജാതി മതസ്ഥര് ഒരുമിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ അറിയുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. ഇവിടെ വട്ടം കൂട്ടി വട്ടം പിരിച്ച് ഇരിക്കാനുള്ള സ്ഥലമല്ല. അറിയുക, പോവുക, അറിയുക, പോവുക, മറ്റുള്ളവരെ പോയി അറിയിക്കുക. അതിന് ട്രെയിനിങ് ആയിട്ട് ഇവിടെ നടത്താൻ കഴിയുന്നെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ ഓരോ വെള്ളിയാഴ്ച ഇവിടെ നടക്കുന്ന ഫെലോഷിപ്പുകൾ ഇതാണ്. ദൈവരാജ്യത്തിൽ ഒരുമിച്ച് സഞ്ചരിക്കുന്നവർ ഒരുമിച്ച് കൂടുവാണ്.
മനസ്സിലാന്ന് ഞാൻ പറയുന്നത്. ദൈവരാജ്യത്തിൽ ഒരുമിച്ച് സഞ്ചരിക്കുന്നവർ ഒരുമിച്ച് കൂടുകയാണ്. അവർ സഞ്ചരിക്കുന്ന രാജ്യത്തെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യുക. അതാണ് സഭായോഗങ്ങൾ. അതായിരുന്നു സഭായോഗങ്ങൾ. അവർ ദിനംപ്രതി ദേവാലയത്തിൽ ഒരുമിച്ച് കൂടും. അവിടെ വെച്ച് വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റില്ല, കാരണം യാഗവും ആടും മാടും എല്ലാം അവിടെ നടക്കുക. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമൊന്നും സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ദിനംപ്രതി ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ തന്നെ അവർ വീട്ടിൽ കൂടി അപ്പം നുറുക്കി ഹൃദയപരമാർത്ഥതയോടെ ഭക്ഷണം കഴിച്ചെന്ന് കേൾക്കട്ടെ. ഭക്ഷണം കഴിച്ചെന്ന്, ഹലോ, ഹൃദയപരമാർത്ഥം കൊണ്ട് ഭക്ഷണം കഴിച്ചെന്ന്, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചെന്ന് എഴുതേണ്ടതിന് പകരം ഹൃദയപരമാർത്ഥം കൊണ്ട് ഭക്ഷണം കഴിച്ചെന്ന് എഴുതിയേക്കുന്നേ. എന്നിട്ട് എഴുതിക്കുക സകല ജനത്തിൻ്റെയും കൃപ അവർ അനുഭവിച്ചു. കാരണം അത് റിലീജിയൻ അല്ലായിരുന്നു, റിലേഷൻ ആയിരുന്നു. അത് ബന്ധമായിരുന്നു, മതമല്ലായിരുന്നു. അതിൻ്റെ അകത്ത് യേശു ഉണ്ടായിരുന്നു. ഓ ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കർത്താവ് സഭയോട് ചേർത്ത്. ഏത് സഭയോടാ? യെരുശലേമിൽ ഏത് ചർച്ച ആണെന്നുണ്ടായിരുന്നേ? ഇവിടെയാ കാഴ്ചപ്പാട് വലുതാക്കണ്ടേ. യെരുശലേമിൽ 5000 പേര് കൂടുന്ന ഏത് സഭ ആ സമയത്തുണ്ടായിരുന്നു? നിങ്ങൾക്കറിയാം യെരുശലേം എന്ന് പറയുന്ന നഗരത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു അന്നും ഇന്നും എന്നും എന്താ നമുക്കറിയാം. എവിടെയാ ബിൽഡിംഗ് ഉണ്ടായി? ഇല്ല. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുന്നാണ് പറഞ്ഞത്. പത്രോസ് തൻ്റെ സഭയിലോട്ട് കൊണ്ടുവന്നതല്ല, യോഹന്നാൻ തൻ്റെ സഭയിലോട്ട് വിളിച്ചെന്നല്ല. മറ്റേ പുള്ളിക്കാരൻ പറയാൻ തുടങ്ങി, തോമസ് പറയാൻ തുടങ്ങി, ഇവർക്കാർക്കും കൃപാവരമില്ല, പക്ഷേ എനിക്ക് മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ട് പോരെ. അങ്ങനെയല്ല ഇവിടെ. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കർത്താവ് തൻ്റെ ശരീരമാകുന്ന സഭയോട് ചേർത്തു. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കർത്താവ് തൻ്റെ ശരീരമാകുന്ന അവർ ആ കർത്താവിൻ്റെ ശരീരത്തിലുള്ള ആനന്ദത്തെ അനുഭവിക്കാൻ തുടങ്ങി. നാൾക്ക് നാൾ സഭ നടന്നു പെരുകി. ആ നേച്ചർ ഒന്ന് കണ്ടേ, സഭ നടന്നും പെരുകിക്കൊണ്ടുവരുന്നു. നടക്കുന്ന സഭയോ? അതെന്തടാ, ഞങ്ങളിതുവരെ നടക്കുന്ന സഭ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് ഇരിക്കുന്ന സഭ അറിയാം, കൂടി വരുന്ന സഭ അറിയാം, പക്ഷേ അപ്പസ്തോല പ്രവൃത്തി പറയുന്നത് നടക്കുന്ന സഭ. അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ. ഞങ്ങൾ കുരിശൊക്കെ വെച്ചിരിക്കുന്ന ഫിക്സഡ് ആയിട്ട് വെച്ചിരിക്കുന്ന കുരിശാണ്. അത് നടക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. നടക്കുന്ന സഭ നിങ്ങളും ഞാനുമാണ്. നടന്നു പെരുകിക്കൊണ്ടിരുന്നു. ഒരാളെ കണ്ട് അവനോട് യേശുവിനെ പറ്റി പറഞ്ഞു, വേറൊരാളെ കണ്ട് അവനോട് യേശുവിനെ പറഞ്ഞു. അവൻ കർത്താവിൻ്റെ ശരീരമായി, അവളും കർത്താവിൻ്റെ ശരീരമായി, ഇതും കർത്താവിൻ്റെ ശരീരമായി, അതും കർത്താവിൻ്റെ ശരീരമായി പോകുന്നിടത്തെല്ലാം പെരുകിക്കൊണ്ടിരുന്നു. ഇതാണ് സഭയുടെ നേച്ചർ. ഈ നേച്ചർ എത്ര പേര് സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നു? ഹല്ലേലൂയ. എത്ര പേര് പറയും, കർത്താവേ കുവൈറ്റിൽ അങ്ങയുടെ രാജ്യം വരണമേ? ഓ ഹല്ലേലൂയ. അങ്ങനെയൊന്ന് ആഗ്രഹിച്ച് ആത്മലോകത്തിൽ സംഭവിച്ചത് അക്ഷരിക ലോകത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഇവിടെ ആയിരിക്കുന്നു എന്നൊന്ന് വിശ്വസിച്ച് വിളിച്ചു പറഞ്ഞ്, ആത്മലോകത്തിൽ സംഭവിച്ചത് പരാജയമാണെന്നെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് പറയേണ്ടത് ഇങ്ങനെയായിരുന്നു: പിശാച് ഭയങ്കരന, കുവൈറ്റിൻ്റെ കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് 4 ദിക്കുകളിലും പിശാച് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട് ഇവിടെ ചില സാത്താന്യ ആരാധനകൾ, അതിൻ്റെ ചില ബന്ധനങ്ങൾ, അതിൻ്റെ ചില പോരുകൾ, ചുറ്റിക്കെട്ടി വട്ടം കെട്ടി പറക്കുന്ന ചില കൊതുകുകൾ, അതിൻ്റെ വ്യാപാരങ്ങളൊക്കെ ഉണ്ടെന്നായിരുന്നു നിങ്ങൾ പറയേണ്ടത്. പക്ഷെ നിങ്ങൾ ഇന്ന് വന്നിട്ട് പറയേണ്ടത് എന്താണെന്നറിയാമോ? കുവൈറ്റിൻ്റെ തെക്കിൽ ഞാൻ യേശുവിൻ്റെ ജയത്തെ കാണുന്നു, കുവൈറ്റിൻ്റെ വടക്കിൽ ഞാൻ യേശുവിൻ്റെ ജയത്തെ കാണുന്നു, കുവൈറ്റിൻ്റെ കിഴക്കിൽ സാൽമിയ മുഴുവൻ യേശു ജീവിക്കുന്നത് ഞാൻ കാണുന്നു. ഇതൊന്ന് കാണാൻ തുടങ്ങിക്കേ. നിങ്ങളിലൂടെ ഈ ലോകം കീഴ്മേൽ മറിയുക തന്നെ ചെയ്യുക. എത്ര പേരത് സ്വീകരിക്കും? ഓ കരങ്ങളെ അടിച്ചോണ്ടെന്ന് യേശുവിൻ്റെ ആരാധന കൊടുത്തേ. യേശുവിൻ്റെ നാമം. ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, സരസമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ വാക്ക് ഇങ്ങനെയാണ്: പിശാചിൻ്റെ മേൽ യേശു എടുത്ത ജയം പറയാൻ വിളിച്ചവര് പിശാചിൻ്റെ വാഴ്ച പറഞ്ഞുകൊണ്ട് നടക്കുക. എന്തൊരു ഗതികേടാന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ തോപ്പിച്ചു, നീ പോയി പറയടാന്ന് പറഞ്ഞ് വിട്ടവൻ വന്ന് പറയുന്നത് എന്നാണെന്നറിയോ? ഇവിടെ എന്തോ ഉണ്ട്, അവിടെ എന്തോ ഉണ്ട്. ചിന്തിച്ചു നോക്കി, എന്തൊരു യാചകാവസ്ഥയാണെന്നത്. വീക്ക് ആൻഡ് ബെഗർലി എന്ന് പറയുന്ന പോലെയല്ലേ അത്? ബലഹീനവും ദരിദ്രമായ അവസ്ഥയല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. യേശു ക്രൂശി ജയം എടുത്തിട്ട് എന്നോട് പറയുകയാണ്, വാഴ്ച അധികാരവും സകലവും ഞാൻ കീഴടക്കിയിരിക്കുന്നു, സ്വർഗ്ഗത്തിൽ മുമ്പിൽ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഇത് പോയി പറയുക, ഞാൻ ജയിച്ചു എന്ന് പോയി പറയുക. പറഞ്ഞു വിട്ടവൻ പറയുന്നത് വേറൊന്നാ. തെക്ക് പിശാച് വ്യാപരിച്ച് നിൽക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ സ്പിരിറ്റിൽ എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്, ഇവിടെ ഭയങ്കര പിശാച്. ബ്രദർ സാൽവിയെ ചുറ്റിപ്പറ്റി എന്തോ ഒരു പ്രത്യേക ഒരു വ്യാപാരമുണ്ട്. ഇതിന്റെ കണക്കെടുക്കാൻ വന്ന അല്ലെന്നേ, ജയം എടുത്ത കാര്യം പറയാൻ വന്നതാ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കരമടിച്ചെന്ന് യേശുവിന് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ. നിങ്ങൾ ഇരുട്ട് കാണാൻ വന്നവരാണോ വെളിച്ചം വിളിച്ചു പറയാൻ വന്നവരാണോ? കമോൺ, എന്നോട് മറുപടി പറയും. വിളിച്ചു പറയും മറുപടി. ഓ ഹല്ലേലൂയ. ഒന്ന് തിരിച്ചറിഞ്ഞ്, ഞാൻ യേശുവിന്റെ ജയത്തിൽ ജനിച്ച ആളാണ്.
ഓ, എവ്രിവെയർ ഐ ഗോ എനിക്ക് ആ വിക്ടറി കാണാൻ കഴിയുന്നു, യേശുവിൻ്റെ ജയത്തെ കാണാൻ കഴിയുന്നു. ഇടത്തോട്ട് നോക്കിയാൽ ഞാൻ യേശുവിൻ്റെ ജയത്തെ കാണുന്നു, വലത്തോട്ട് നോക്കിയാൽ ഞാൻ യേശുവിൻ്റെ ജയത്തെ കാണുന്നു. ഓ, എൻ്റെ യേശു ജയാളിയായിട്ട് നിൽക്കുന്നത് ഞാൻ കാണുന്നു. കാരണം ഞാൻ ഇവിടെ അന്ധകാര ലോകത്തിൻ്റെ സത്യം അംഗീകരിക്കാൻ വന്നതല്ല, അന്ധകാര ലോകത്തിൽ സംഭവിച്ച വേറൊരു സത്യം വിളിച്ചു പറയാൻ വന്നതാണ്. ആ സത്യം വേറൊന്നുമല്ല, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ അധികാരം വേണ്ടവർ സ്വീകരിച്ചു, ആ അധികാരം വേണ്ടവർ സ്വീകരിച്ചു. നിങ്ങൾ ഇവിടെ പിശാചിന്റെ പ്രവൃത്തിയുടെ കണക്കെടുക്കാൻ വന്നവരല്ല. സാധാന്യ രാജ്യത്തിന്റെ മേളിൽ കർത്താവിന്റെ രാജ്യം വന്നു എന്നത് കള്ള പിശാച് കേൾക്കേ വിളിച്ചു പറയാൻ വന്നവരാ. ഓ, അവന്റെ പതനവും നിങ്ങളുടെ ജയവും കാണേണ്ടവരാ നിങ്ങൾ. അവന്റെ തോൽവിയും നിങ്ങളുടെ ജയവും കാണേണ്ടവരാ നിങ്ങൾ. ഇതാ യേശു പറഞ്ഞു, ഞാൻ പോകുന്നിടത്തെല്ലാം കുരുടൻ കാണുന്നു, ഊമൻ സംസാരിക്കുന്നു. അർത്ഥം എന്നാ? അവന്റെ രാജ്യം തകർന്നു. അതിന്റെ ലക്ഷണമാ അവന്റെ പിടിവിട്ട ആൾക്കാർ വരുന്നേ. അവന്റെ പിടിവിട്ട് ഒരു സൗഖ്യം നടക്കുന്നെങ്കിൽ അതൊരു തലവേദനയുടെ സൗഖ്യമാകട്ടെ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? തലവേദന വരുത്തിയ പിശാച് തോറ്റു, തലവേദന വരുത്തിയ സാത്താൻ തോറ്റു. അവന്റെ രാജ്യം വീണു, അവന്റെ രാജ്യം വീണു. യേശുവിന് ഉറപ്പായിരുന്നു, യേശുവിന് ഉറപ്പായിരുന്നു. മത്തായി 16:15 മർക്കോസ് 16:15 യേശു ഉറപ്പ് പറയുന്നത്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. കർത്താവേ, എങ്ങനെയാത് നടക്കുമല്ലോ? നടക്കും, കാരണം ഞാൻ ജയിച്ചിരിക്കുന്നു. ജയിച്ചവന്റെ പേര് പോയി പറഞ്ഞാൽ മതി. ഹലോ, ജയിച്ചവന്റെ പേര് പോയി പറഞ്ഞാൽ മതി. പേര് പറയുമ്പോഴേ അവന് മനസ്സിലാകും, കീഴ്പ്പെടുത്തിയവന്റെ നാമത്തിലാണ് ഇവൻ വരുന്നേ, എന്തൊക്കെയോ അറിഞ്ഞുകൊണ്ടാണ് ഇവൻ വരുന്നേ. എൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. എന്നാ കാര്യം? സാത്താന്റെ പതനം അറിഞ്ഞവൻ, സാത്താനെ പതിപ്പിച്ചവന്റെ സാത്താനെ തോൽപ്പിച്ചവന്റെ പേരാ നിങ്ങൾ അവിടെ പോയി പറയുന്നേ. മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, ഒന്നൊന്ന് പറഞ്ഞേ. തോൽപ്പിച്ചവന്റെ പേരാ നമ്മൾ പോയി പറയുന്നത്. രോഗത്തിന്റെ എൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ആ രോഗത്തോട് പോയിട്ട് രോഗത്തെ കീഴ്പ്പെടുത്തിയവന്റെ പേര് പറയും, യേശു. രോഗം ഷു. തമാശ പറഞ്ഞല്ല, നിങ്ങൾ യേശു എന്ന് പറയുമ്പം അവിടെ രോഗം വീഴുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഭൂതത്തെ പുറത്താക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? നിങ്ങൾക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നൊന്നും അല്ല പറഞ്ഞേ. ഈ പേര് പറഞ്ഞാൽ മതി, കീഴ്പ്പെടുത്തിയവൻ്റെ പേര് പറഞ്ഞാൽ മതി. ഓ, എന്നെ എളുപ്പമായി പരിപാടി അല്ലേ? എനിക്കൊരു റിസ്ക്കും ഇല്ല. ഞാൻ ആ പേര് പറയുന്നതല്ല, എനിക്കൊരു റിസ്ക്കും ഇല്ല. ഞാൻ വരുന്ന ഉടനെ അതിൻ്റെ പേരൊക്കെ പറയും, കർത്താവ് കേട്ടോ, പരിപാടി കഴിഞ്ഞു. എന്തെളുപ്പം. അതുകൊണ്ടാണ് പറഞ്ഞേ, ഇത് നിങ്ങളിൽ നിന്ന് വരുമ്പോൾ വല്ലതും സങ്കല്പിക്കല്ലോ കേട്ടോ. വലിയ ആൾ ജാടയും കളിച്ചുകൊണ്ട് നടക്കരുത് കേട്ടോ. അല്ലെങ്കിൽ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങളാളല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാ. വല്ലതും ചെയ്യുന്നെങ്കിൽ ഞങ്ങളിലൂടെ ചെയ്യുന്നതേ ഉള്ളൂ, ഞങ്ങളല്ല ചെയ്യുന്നേ. ഞങ്ങളിലൂടെ വരുന്നത്, ഞങ്ങളിലൂടെ ഒഴുകുന്നതേ ഉള്ളൂ. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ. പേര് പറഞ്ഞാൽ മതി. പേര് പറയാൻ തയ്യാറാണോ? പേര് പറയാൻ തയ്യാറാണോ? പേര് പറയാൻ തയ്യാറാണോ? എത്ര പേരാ പേര് പറയാൻ താല്പര്യപ്പെടുന്നു? ഓ, എത്ര പേരാ പേര് പറയാൻ താല്പര്യപ്പെടുന്നു? യേശു. ഓ, ഞാനിത് പറയുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ കഴിയുന്നു, ഇന്ന് ദൈവരാജ്യ അക്ഷരാർത്ഥത്തിൽ ഈ പട്ടണത്തിൽ വ്യാപരിക്കുകയാണ്. ദൈവരാജ്യം അക്ഷരാർത്ഥത്തിൽ ഈ പട്ടണത്തിൽ ഈ സഭാ ആശയങ്ങൾ കൊണ്ട്, ഡിനോമിനേഷൻ ആശയങ്ങൾ കൊണ്ട് ഫെഡപ്പായ വലിയൊരു സമൂഹം കുവൈറ്റിലുണ്ട്. ബ്രദറിന് അറിയാമോ? അറിയാണ്ട് ഒരു വലിയ സമൂഹമുണ്ട്. അവിടെ പോയി അവിടുത്തെ തിക്താനുഭവം, ഇവിടെ പോയി ഇവിടുത്തെ തിക്താനുഭവം, അവിടെ പോയി ഇവിടുത്തെ അവിടുത്തെ കുത്ത്, അവിടുത്തെ മാന്ത്, ഇവിടുത്തെ ചവിട്ട് കൊണ്ട് മടുത്ത ഒരു വലിയ സമൂഹമുണ്ട്. അവർ പറയും, ദയവായിട്ട് ഇനി ഒരു സഭയിലോട്ട് ഞങ്ങളെ വിളിക്കല്ലേ, വീട്ടിൽ ഇരുന്നോളാം. ആമേൻ. എൻ്റെ പൊന്നെ, ഒന്നും വേണ്ട, ഒരധികാരവും വേണ്ട, ഒന്നും വേണ്ട, വീട്ടിൽ ഇരുന്നോളാം. എന്നാലും അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് വെറുക്കുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹം ദൈവരാജ്യത്തിലേക്ക് വരട്ടെ. അവർ ദൈവരാജ്യത്തിലേക്ക് വരട്ടെ. കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് വരട്ടെ. യേശുവിൻ്റെ രാജ്യത്തിൻ്റെ ഭരണത്തിലേക്ക് അവർ വരട്ടെ. മനസ്സും അടുത്തവർ ദൈവരാജ്യത്തിലേക്ക് വരട്ടെ. അവിടെ ഒരു നാമത്തിൻ്റെ അധികാരമുണ്ട്. ഓ, ഭൂതങ്ങൾ ദൈവാത്മാവിനാൽ പുറത്താക്കപ്പെടുന്നുവെങ്കിൽ ഭൂതാത്മാവ് തോറ്റു, ദൈവാത്മാവ് ജയിച്ചു. അർത്ഥം ദൈവരാജ്യം അക്ഷരാർത്ഥത്തിൽ അവിടെ വന്നിരിക്കുന്നു. ഓ,
ഓ, ഇന്ന് ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകുന്നത് തന്നെ ദൈവരാജ്യം വന്നുകൊണ്ടാണ്. സത്യം, ഈ സത്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് തന്നെ ദൈവരാജ്യം വന്നുകൊണ്ടാണ് സഹോദരൻ. അല്ലെങ്കിൽ ഇത് കാണാൻ ഒക്കത്തില്ല. ദൈവരാജ്യം വന്നുകൊണ്ടാണ് ഈ സത്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നേ. ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. അല്ലായിരുന്നു നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ലായിരുന്നു. നിങ്ങളിത് കാണുമ്പോൾ ഒരു കാര്യം, കാണാതിരിക്കാൻ വേണ്ടി അടച്ചു വെച്ചോ തോറ്റു, അവൻ്റെ രാജ്യം വീണു. അതുകൊണ്ടാണ് നിങ്ങളിത് കാണുന്നേ. നിങ്ങളിപ്പോൾ കരമടിക്കുന്നത് ദൈവരാജ്യം വന്നുകൊണ്ടാ. ഓ, നിങ്ങളിപ്പോൾ ആഘോഷിക്കുന്നത്, നിങ്ങളിപ്പോൾ ആഘോഷിക്കുന്നത് ദൈവരാജ്യം വന്നുകൊണ്ടാ. ഇല്ലായിരുന്നു നിങ്ങൾക്ക് ആഘോഷമില്ലായിരുന്നു, ശോകമായിരുന്നു. ദൈവരാജ്യം വന്ന പിന്നെ ആഘോഷമാ. ഓ, വി ഹാവ് റീസൺസ് ടു സെലിബ്രേറ്റ്. നമുക്ക് ആഘോഷിക്കാൻ വകയുണ്ട്. വി ആർ ഹിയർ ടു സെലിബ്രേറ്റ് ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ്. യേശു ക്രൂശിലെടുത്ത ജയത്തെ ആഘോഷിക്കാനാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. എത്ര പേര് പറയും യേശു ക്രൂശിലെടുത്ത ജയത്തെ? ഞാൻ അവസാനിപ്പിക്കുക. യേശു ക്രൂശിലെടുത്ത ജയത്തെ ആഘോഷിക്കാൻ. ഹല്ലേലൂയ. ഞാൻ എന്നോട് ചേർന്ന് പറഞ്ഞു, ഞാൻ ദൈവരാജ്യത്തിലാണ്, ദൈവരാജ്യം എന്നിലൂടെയാണ്. ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ ദൈവരാജ്യത്തിന്റെ പ്രതീതിയായി യേശു എന്നെ നിയമിച്ചിരിക്കുന്നു. ചേർന്ന് പറ, ദൈവരാജ്യത്തിന്റെ പ്രതീതിയായി യേശു എന്നെ നിയമിച്ചിരിക്കുന്നു. ഞാൻ അഴിച്ചാൽ അഴിക്കപ്പെടും, ഞാൻ കെട്ടിയാൽ കെട്ടപ്പെടും. റിലീസ് എന്ന് പറഞ്ഞാൽ അവിടെ റിലീസ് ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ദൈവരാജ്യം എന്നിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഭൂമിയുടെ അറ്റത്തോളം രാജ്യത്തിൻ്റെ സുവിശേഷം എത്തുമ്പോഴേ അവസാനം വരികയുള്ളൂ. അവസാനം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന അവസാനം അല്ല പ്രിയരെ. അവസാനം എന്ന് പറയുന്നത് ഈ ദുഷ്ടവാഴ്ചയുടെ അവസാനമാണ്, അല്ലാതെ ദൈവവാഴ്ചയുടെ അവസാനം അല്ല. കർത്താവിൻ്റെ മണവാട്ടി ഭൂമി പരാജയപ്പെടുമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? കമോൺ. ചങ്കിലെ ചോര കൊണ്ട് യേശു വീണ്ടെടുത്ത കർത്താവിൻ്റെ മണവാട്ടിയെ ലോകവും പാപവും പിശാചും കൂടെ കരിമ്പിൻ ജ്യൂസിൻ്റെ ചണ്ടി അവസാനം എടുത്തെറിയുന്ന പോലെ എറിയുന്നാണോ വിചാരിക്കുന്നത്? നോ, ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. കർത്താവിൻ്റെ മണവാട്ടി ലോകത്തിൻ്റെ ഉപ്പായി മാറും, ലോകത്തിൻ്റെ വെളിച്ചമായി മാറും. എത്ര പേരത് വിശ്വസിക്കുന്നു? അപ്പോൾ ഈ ഭൂമിയുടെ അറ്റത്തോളം രാജ്യത്തിൻ്റെ സുവിശേഷം എത്തുക എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ഗോസ്പൽ ഓഫ് ദി ഫിനിഷ്ഡ് വർക്ക് എന്ന് പറഞ്ഞാൽ യേശു ക്രൂശിൽ ജയം കൊണ്ടാടി എന്ന സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം എത്തുക എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇത് പ്രചരിക്കപ്പെടുമ്പോൾ ഒരിടത്ത് പോലും അവൻ്റെ വാഴ്ച കാണത്തില്ല. അപ്പോൾ അവസാനം വരും. എന്തിൻ്റെ? അവൻ്റെ വാഴ്ചയുടെ അവസാനം. അത് കർത്താവ് എടുത്തു പറയുന്നുണ്ട്. ഈ രാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞ് ഏതായി രാജ്യം? ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം എത്തുക എന്ന് പറയുന്നതിന് യേശു രാജ്യത്തെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന സദ്വാർത്ത, സ്വർഗത്തിലും ഭൂമിയിലെ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ ആ സദ്വാർത്ത ഭൂമിയുടെ അറ്റത്തോളം എത്തുമ്പം അവസാനം വരും. പിശാചിൻ്റെ വാഴ്ചയുടെ അവസാനവും കർത്താവിൻ്റെ വാഴ്ചയുടെ ആരംഭവും, അക്ഷരിക വാഴ്ചയുടെ ആരംഭവും. അപ്പോൾ ഈ നാളുകളിൽ നമ്മൾ കടലിൽ നിന്ന് കയറി വരുന്ന കൊമ്പുള്ള മൃഗത്തെ അല്ല നോക്കണ്ടേ, ഭൂമിയുടെ അറ്റത്തോളം രാജ്യത്തിൻ്റെ സുവിശേഷം എത്തിക്കാനാണ് നോക്കണ്ടേ. കാരണം അതെത്തുന്നതോടെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ മണവാട്ടി പ്രതാപത്തോടെ വെളിപ്പെടും. അത് ഗ്ലോറിയസ് ചർച്ച്. ഗ്ലോറിയസ് ചർച്ച് എന്ന് പറയുന്ന ആശയം അതാണ്. ചർച്ച് ഗ്ലോറിയസ് ആയി മാറും, സഭ മഹത്വപൂർണമായി മാറും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പിന്നെ സഭയുടെ നാഥന് അക്ഷരാർത്ഥത്തിൽ ഇവിടെ വന്നങ്ങ് ഭരണം തുടങ്ങും. ഇവിടെ ആ സംഭവം ഇനി നടക്കാൻ പോകുന്നത്. അതൊന്ന് നിങ്ങളൊന്ന് കാണുക. താങ്ക് യു ജീസസ്. What healing you are expecting from the Lord? Come forward. I want to pray for you now. What healing you are expecting? What's your problem? Leukemia. Oh, Father God, she is suffering with leukemia. Oh God, set your daughter free right now. Set your daughter free right now. Set your daughter free right now. Oh, power of the Lord is moving. Oh. ശക്തി അടിക്കുന്നു അവളുടെ മേൽ. ലുക്കീമിയ ഓടിപ്പോയി കഴിഞ്ഞു. വാ. Remove your mask right now. You are perfect now. What's your name? Opaline. Opaline.
Mary. Okay, Mary, you are perfect now. Amen. My Jesus has blessed you with the divine health. You will walk in divine health. Amen. And you will enjoy the abundant life in you. Because you are the beloved daughter of God. Go and enjoy your life. Thank you, Jesus.